എല്ലാവർക്കും എം ഫേവറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ധനുഷ് ചന്ദ്രൻ എസ്. മക്കളെ, നമ്മളിന്ന് ടോപ്പിക് കാണുന്നത് പോലെ തന്നെ പുതിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഏതാണ്? റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ അഥവാ അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും എത്തിയായിരുന്നോ? എല്ലാ പേരും എത്തിയോ? അപ്പൊ എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസ്സിലോട്ട് പോവുകയാണേ. ശ്രദ്ധിച്ച് കേട്ടോളണേ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളണം, കട്ടയ്ക്ക് കൂടെ വന്നോളണം. എല്ലാവരും നല്ല ശ്രദ്ധിച്ച് നല്ല ഫുൾ പവറിലിരിക്കണം. ക്ലാസ് കഴിയുന്ന നേരം നല്ല പവറിലിരിക്കണം. നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതെല്ലാം എഴുതി വെച്ചോളണം. നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണേ. മക്കളെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് തന്നെ അങ്ങ് പോവാം. അത് വെച്ചിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് പോയി അത് വെച്ച് തന്നെ റേഷ്യോവിന്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോളണേ. അതായത് ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആ ടൈപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ആ ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. മക്കളെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന അംശബന്ധവും അനുപാതവും ആണല്ലേ. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരു മത്സര പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിക്കുമോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും പഠിക്കും. ഓക്കെ, ഒരു മത്സര പരീക്ഷയ്ക്ക് എന്തൊക്കെയാണോ ചോദിക്കുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും പഠിക്കും. അപ്പം നമ്മൾ ആദ്യം ഒരു റേഷ്യോ എന്താണെന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. A:B ഇങ്ങനെ എഴുതുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറയുന്നത് അല്ലെ. E:2 എന്ന് വായിക്കും, A:B എന്ന് പറയും. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കണം മക്കളെ. A:B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A/B ആയിരിക്കും. ഓക്കെ, A:B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A/B ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ എന്താണ് പറയുന്ന? A:B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B ആണ്. ഇത് സിമ്പിൾ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. പല സ്ഥലങ്ങളിലും നമുക്ക് ചിലപ്പോൾ ഇത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുക. ബേസ് ആയിട്ട് അറിയേണ്ട കാര്യം ഇതാണ്. A:B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B ആണ്. അപ്പൊ A/B നമുക്ക് എങ്ങനെയും പറയാം, A:B എന്ന് പറയാം. A:B എന്ന് നമുക്ക് എങ്ങനെ പറയാം? A/B എന്നും പറയാം. ഇത് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ രണ്ട് ക്വാണ്ടിറ്റീസ്, രണ്ട് അളവുകളെ തമ്മിൽ ഇതേപോലെ ബന്ധിപ്പിച്ച് പറയുന്ന ഇങ്ങനെ ഒരു എഴുത്ത് രീതി, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? ഈ പറയുന്ന അംശബന്ധം അഥവാ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അതുപോലെ രണ്ട് റേഷ്യോസ് അനുപാതത്തിൽ പ്രപ്പോർഷനിൽ വരുമ്പം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തം ഈ റേഷ്യോനെ ബേസ് സാധാരണ ചോദിക്കാറുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മൊത്തം ടൈപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് വരുന്ന കുറച്ചും കൂടെ വലിയ വേർഡ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ചെയ്യും. ഇന്ന് നമ്മൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിന്ന് പറയുന്നത്. ഓക്കെ, എളുപ്പത്തിൽ പറഞ്ഞുതരാം. എളുപ്പത്തിൽ പറയുമ്പോഴത്തേക്ക് ആ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ മക്കളെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2/3 2/3 അല്ല, 2:3 എന്താണ്? 2:3 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? 2:3 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഓക്കെ മക്കളെ, പഠിച്ചു വെച്ചോളണം. ഒരു റേഷ്യോ തന്നിട്ട്, ഏതാണ് നമുക്കിവിടെ 2:3 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് തന്നിരിക്കുന്ന. ഒരു റേഷ്യോ തന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് ആണോ ചോദിക്കുന്നത്, തന്നിരിക്കുന്ന റേഷ്യോവിന് എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. ഓക്കെ, എവിടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചാലും തന്നിരിക്കുന്ന റേഷ്യോവിന്റെ എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ എവിടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്താൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന റേഷ്യോവിന്റെ എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ 2:3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2ന്റെ സ്ക്വയർ എടുക്കണം, 3ന്റെ സ്ക്വയർ എടുക്കണം. എങ്ങനെയാണ്? 2ന്റെ സ്ക്വയർ എടുക്കണം, 3ന്റെ സ്ക്വയർ എടുക്കണം. എങ്ങനെയാണ്? 2ന്റെ സ്ക്വയർ എടുക്കണം, 3ന്റെ സ്ക്വയർ എടുക്കണം. ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ മക്കളെ. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 × 2 ആണല്ലേ. സ്ക്വയർ ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. അപ്പൊ 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും.
ഈസ് ടു. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 × 3 ആണ്. 3 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ആണ്. അതായത് 4:9 എന്നാണ് റേഷ്യോ വരുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ റേഷ്യോ പഠിക്കുമ്പം വെട്ടി ചെറുതാക്കാൻ, ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാൻ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും സിംപ്ലസ്റ്റ് ഫോമിലാക്കി എടുക്കാവൂ. എപ്പോഴും റേഷ്യോ എപ്പോഴും ഏറ്റവും ബേസിക് ലോവസ്റ്റ് ടേംസിൽ വേണം പറയാനായിട്ട്, സിംപ്ലസ്റ്റ് ഫോമിൽ വേണം പറയാൻ. ഏറ്റവും വെട്ടി 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 ഏറ്റവും ചെറിയ രൂപത്തിലെ ആരെ എഴുതാൻ പാടുള്ളൂ? റേഷ്യോ എപ്പോഴും എഴുതാൻ പാടുള്ളൂ. എന്നാ ഡ്യൂപ്ലിക്കേറ്റ് വരും. ഇനി നമ്മൾ അങ്ങോട്ട് സബ് ഡ്യൂപ്ലിക്കേറ്റ് പഠിക്കും, ട്രിപ്ലിക്കേറ്റ്, സബ് ട്രിപ്ലിക്കേറ്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനം പഠിക്കുമ്പം ഇവിടെയൊക്കെ അഥവാ നമുക്ക് വെട്ടാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നും നമ്മൾ വെട്ടേന്നും വേണ്ട, നമുക്ക് കിട്ടുന്ന സാധനം തന്നെ എടുത്ത് എഴുതിയാൽ മതി. അത് തന്നെ ഉറപ്പായിട്ടും ഓപ്ഷനിൽ കാണും. ഓക്കെ, ഈ കേസിൽ വെട്ടി ചെറുതാക്കാനൊന്നും പോണ്ട. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എവിടെ കണ്ടെത്താൻ വന്നാലും എന്ത് ചെയ്താൽ മതി? സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ മക്കളെ, പറഞ്ഞ കാര്യം മനസ്സിലായ? എവിടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, അപ്പൊ എഴുതി വെച്ചോളണം, എവിടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്താൻ വന്നാലും തന്നിരിക്കുന്ന റേഷ്യോവിന്റെ എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പൊ 2:3യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 സ്ക്വയറും 3 സ്ക്വയറും. അതായത് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും മക്കളെ? ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 4:9, 4:9 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? അതായത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ടൈപ്പ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്താൻ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായ? 4:9 എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഐഡിയ കിട്ടിയല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ളതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും കിട്ടണം. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഴുതണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് അങ്ങ് ക്ലിയർ ആവും. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 5:8ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? എങ്ങനെയാണ്? 5:8ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? സിമ്പിൾ ആയിട്ട് പറയാമല്ലോ. പെട്ടെന്ന് എല്ലാവരും ആൻസർ പറയണം. ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആൻസർ പറയണം. 5:8ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അല്ലേ ചോദിച്ചേക്കുന്ന? ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 5ന്റെ സ്ക്വയർ എടുക്കുക ഈസ് ടു 8ന്റെ സ്ക്വയർ എടുക്കുക. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ സൈഡിലും ചെയ്തു തരാം. 5 × 5 ആണ്. 5 × 5 എത്രയാണ് മക്കളെ? 25 ആണ് അല്ലെ? അതായത് 25 എന്ന് കിട്ടും. ഈസ് ടു 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 × 8 ആണ്. 8 × 8 എത്രയാണ്? 64 ആണ്. അതായത് എങ്ങനെ വരും? 64. വെട്ടാനൊന്നും പറ്റുന്നതല്ല, അല്ലെങ്കിൽ തന്നെ വെട്ടാനൊന്നും പോണ്ട, നിങ്ങൾ ഒന്നിനും പോണ്ട. 25:64 തന്നെയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എത്രയായിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ 25:64 ആണ് എന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ ടൈപ്പ് സിമ്പിൾ അല്ലേ? ഒന്നാമത്തെ ടൈപ്പ് വെരി എന്താണ്? വളരെയധികം അല്ലെ, വെരി സിമ്പിൾ ആണ് അല്ലെ, വളരെയധികം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ എന്തെന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തയിലോട്ട് പോവാമോ? ഇതുവരെ പറഞ്ഞ ഒന്നാമത്തെ ടൈപ്പ് എല്ലാവർക്കും പക്കയല്ലേ? അടുത്തയിലോട്ട് പോവാമല്ലോ നമുക്ക്. അപ്പൊ നമ്മൾ നേരെ അടുത്തയിലോട്ട് പോകാൻ പോവുകയാണേ. ശ്രദ്ധിച്ചു കേട്ടോളണേ മകളെ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു കേട്ടോളണം. 25:81ന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? എങ്ങനെയാണ്? 25:81ന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ എന്താ? ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെ? എന്നാ ഇവിടെ എങ്ങനെയാ? സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഞാൻ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ എടുക്കണം. അപ്പൊ സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ തിരിച്ച് ചിന്തിച്ചാൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ ആണ്, അപ്പൊ സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട്. ഇതാണ് സ്ക്വയർ റൂട്ട്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ എടുക്കുക, അപ്പൊ സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, എല്ലാരും പറയണം, എന്റെ കൂടെ പറയണം, ഉറക്കെ പറയണം, ഇപ്പൊ പഠിച്ചു പോകണം. പറഞ്ഞ കാര്യം എന്താ? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ സ്ക്വയർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെങ്കിൽ സ്ക്വയർ എടുക്കുക, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ തന്നിരിക്കുന്ന റേഷ്യോവിന്റെ, അതായത് 25ന്റെ എന്തെടുക്കണം? 25ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക ഈസ് ടു 81ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. മക്കളെ, വർഗ്ഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പറിന്റെ സ്ക്വയർ ആയിട്ടാണ് 25 വരുന്നത് നോക്കണം. അതായത് 5 2 തവണ 5 × 5 ചെയ്യുമ്പോഴത്തേക്കാണ് 25 എന്ന് കിട്ടുന്നത് അല്ലേ? അപ്പൊ 25ന്റെ സ്ക്വയർ റൂട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ 25ന്റെ സ്ക്വയർ റൂട്ട് ആരാണ്? 5 ആണ്. ഈസ് ടു 81 എങ്ങനെയാ? 9 × 9 ചെയ്യുമ്പോഴത്തേക്കാണ് 81 എന്ന് കിട്ടുന്നത്. അതായത് 81ന്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 9 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ റേഷ്യോ, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5:9 ആയിരിക്കും. മക്കളെ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 5:9 ആണെന്ന് മനസ്സിലാക്കണം.
ഓക്കെ, അപ്പൊ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നേരെ എന്തെടുത്താൽ മതി? സ്ക്വയർ റൂട്ട് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ എടുക്കണം, സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരെണ്ണവും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് പക്കയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് 49:16 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? എങ്ങനെയാണ്? 49:16 സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? 49:16 എന്ന് പറഞ്ഞാൽ 49 എന്തെടുക്കണം? സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം എടുക്കണം. അതുപോലെ 16 എന്തെടുക്കണം? വർഗ്ഗമൂലം എടുക്കണം. ഓക്കെ, 49 വർഗ്ഗമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 × 7 ആണ് 49. അതായത് 49 സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7 ആയിരിക്കും. അപ്പൊ ഇവിടെ എഴുതാം എത്രയാണ് മക്കളെ? 7 ആയിരിക്കും. ഈസ് ടു 16. 16 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 4 × 4 ആണ് 16 എന്ന് പറയുന്ന. ഓക്കെ, അപ്പൊ 16 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരിക്കും. അപ്പൊ 7:4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ്? 7:4 ആണ് ഇവിടത്തെ ആൻസർ. അപ്പം സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇവിടത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടത്തെ ആൻസർ എന്ന് പറയുന്ന 7:4 ആയിരിക്കും. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോവും പറഞ്ഞു, മറ്റൊന്ന് എന്ത് പറഞ്ഞു? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോവും പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെങ്കിൽ നേരെ പറഞ്ഞ കാര്യം എന്താ? ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നേരെ സ്ക്വയർ എടുക്കുക. സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നേരെ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ, മക്കളെ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളണം. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെങ്കിൽ സ്ക്വയർ എടുക്കുക, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. പറഞ്ഞ കാര്യം പക്കയല്ലേ? എല്ലാവർക്കും പക്കയല്ലേ? പറഞ്ഞ കാര്യം പക്കയല്ലേ? 2 ടൈപ്പ് മനസ്സിലായല്ലോ. ഈ ടൈപ്പ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ ചുമ്മാ പറയും. ഞാൻ പറയുന്നതിന് മുന്നേ, ഞാൻ കാര്യം പറഞ്ഞു തരുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഐഡിയ കിട്ടും, അപ്പോഴേ നിങ്ങൾ ആൻസർ വിളിച്ചു പറയും. ഓക്കെ, നോക്കാം. അപ്പൊ അടുത്ത ശ്രദ്ധിച്ചു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടൈപ്പിലോട്ടാണ് പോകുന്നത് മക്കളെ. അടുത്ത ടൈപ്പ് ഇങ്ങനെയാണ് പറയുന്നത്: 2,5 എന്നീ സംഖ്യകളുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്? ട്രിപ്ലിക്കേറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഐഡിയ കിട്ടിയ ആൾക്കാർ ഇപ്പൊ ആൻസർ വിളിച്ചു പറയും. എന്താണ്? 2, 5. ഇവിടെ എന്താണ്? ഇവിടെ റേഷ്യോ പറയാതെ നമ്പേഴ്സ് ആക്കി കോമയിട്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ല. ചിലപ്പോൾ ഇങ്ങനെ കോമയിട്ട് പറയാം, ചിലപ്പോൾ റേഷ്യോ ആയിട്ട് 2:5 എന്ന് ചിലപ്പം കൊടുത്തിരിക്കും, 2:5 എന്ന് കൊടുത്തിരിക്കും. അങ്ങനെ തന്നെ പറഞ്ഞോ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇതുവരെ കോമ കൊടുത്തായിരിക്കും പറഞ്ഞേക്കുന്ന. എങ്ങനെ പറഞ്ഞാലും അതിലൊന്നും കാര്യമില്ല, നമുക്ക് ഉറപ്പായിട്ടും ആൻസർ എഴുതാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പൊ 2, 5 എന്നീ സംഖ്യകളുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്താണ്? സ്ക്വയർ എടുക്കണം. സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലോ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ ഇപ്പൊ ഐഡിയ കിട്ടി കാണുമല്ലോ. ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂബ് എടുക്കണം. എന്തെടുക്കണം? ക്യൂബ് എടുക്കണം. അപ്പൊ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിന്റെ എന്തെടുത്താൽ മതി? ക്യൂബ് എടുത്താൽ മതി. ഓക്കെ, എവിടെയെങ്കിലും ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴെന്തെടുക്കണം? ക്യൂബ് എടുക്കണം. എഴുതി വെച്ചോളണം. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എവിടെ കണ്ടെത്താൻ വന്നാലും എന്ത് ചെയ്യണം? ക്യൂബ് എടുക്കണം. ചെയ്യാമല്ലോ. അപ്പൊ നമുക്കിനി ചെയ്യാം. 2 ക്യൂബ് എടുക്കുക ഈസ് 5 ക്യൂബ് എടുക്കുക. ഓക്കെ മക്കളെ, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2. ക്യൂബ് എന്ന് പറഞ്ഞാൽ റൈസ് ടു പവർ ആയിട്ട് മുകളിൽ 3 വരുന്നതിനാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. അത് അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോളണം കേട്ടോ. അതായത് 2 പവർ 3 വരുമ്പോഴാണ് 2 അതായത് 2 വരുമ്പോഴത്തേക്കാണ് എന്തെന്ന് പറയുന്ന 2 ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2നെ 3 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4 ആണ്. 4 × 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 ആയിരിക്കും. അതായത് 2 ക്യൂബ് എത്ര വരും? 8 എന്ന് വരും. ഈസ് 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 5 × 5 ആണ്. അതായത് 5 × 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 × 5 എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയാണ്? 125 ആണ്. അതായത് 8:125 എന്ന് ഇവിടെ ആൻസർ കിട്ടും. എത്രയാണ്? 8:125 എന്ന് ആൻസർ കിട്ടും. അതായത് 2, 5 എന്നീ സംഖ്യകളുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആൻസർ എത്രയായിരിക്കും? ഇവിടത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:125 ആണ് ഇവിടത്തെ ആൻസർ. പറഞ്ഞ കാര്യം കിട്ടിയോ? പറഞ്ഞ കാര്യം കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? മക്കളെ സിമ്പിൾ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ, സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട്, ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്താണ്? ക്യൂബ്. ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ ക്യൂബ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാമല്ലോ. ഒരെണ്ണം കൂടെ ചെയ്യാം നമുക്ക്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 1:3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? പെട്ടെന്ന് വിളിച്ച് പറയണേ, പെട്ടെന്ന് പറയണം. 1:3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? പെട്ടെന്ന് ആൻസർ പറയണം, പെട്ടെന്ന് പറയണം. 1:3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? എങ്ങനെയാണ്? 1 ക്യൂബ് എടുക്കുക, 3 ക്യൂബ് എടുക്കുക.
ഒന്നിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 അതായത് എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഒന്നിന്റെ സ്ക്വയർ എടുത്താലും ക്യൂബ് എടുത്താലും റൈസ് ടു 4 ആയാലും റൈസ് ടു 5 ആയാലും റൈസ് ടു 100 ആയാലും റൈസ് ടു 1000 ആയാലും എല്ലാം എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഈസ് ടു 3ന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 3 × 3 ആണ്. അതായത് 3 × 3 9, 9 × 3 27 എന്ന് വരും. അതായത് 3ന്റെ ക്യൂബ് എത്രയാണ്? 27 ആണ്. അതായത് മക്കളെ ഇവിടെ മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കാം? 1ന്റെ ക്യൂബും 3ന്റെ ക്യൂബും എടുക്കുമ്പോഴത്തേക്ക് 1ന്റെയും 3ന്റെ അതായത് 1:3 എന്ന് പറയുന്ന ഈ റേഷ്യുവിന്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എങ്ങനെ കിട്ടും? 1:27 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയാണ്? 1:27 ആണ് ഇവിടത്തെ ആൻസർ. പറഞ്ഞ കാര്യം മനസ്സിലായോ? പറഞ്ഞ കാര്യം കിട്ടിയോ? അപ്പൊ ഞാൻ 3 ടൈപ്പാണ് പറഞ്ഞത്. 3 ടൈപ്പും എല്ലാവർക്കും പക്കയാണോ? പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയാണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തയിലോട്ട് പോവാമോ? അപ്പൊ നേരെ നമ്മൾ അടുത്തയിലോട്ട് പോവുകയാണേ. അടുത്ത ടൈപ്പിലോട്ട് പോകണേ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോളണേ. അടുത്ത ടൈപ്പാണ്, ശ്രദ്ധിച്ച് കേട്ടോളണം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറയുന്നത്? 4ാമത്തെ ടൈപ്പാണ്. 27:64ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? എന്താണ്? 27:64ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? സബ് ട്രിപ്ലിക്കേറ്റ് എന്താണ്? സബ് ട്രിപ്ലിക്കേറ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഐഡിയ കിട്ടി കാണുമല്ലോ. അതായത് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സ്ക്വയർ എടുക്കണം. അപ്പൊ സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്തെടുത്തു? സ്ക്വയർ റൂട്ട് എടുത്തു. ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്തെടുക്കണം? ക്യൂബ് എടുക്കണം. അപ്പൊ സബ് ട്രിപ്ലിക്കേറ്റ് എന്തായിരിക്കും? സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂബ് റൂട്ട് എടുക്കുക. എന്താണ്? ക്യൂബ് റൂട്ട് എടുക്കുക. അതായത് 27:64 ഈ 27:64 എന്ന് പറയുന്ന ഈ സംഖ്യകൾ, അതായത് ഈ റേഷ്യുവിന്റെ എന്തെടുക്കണം? ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് കൊടുക്കുക, എന്നിട്ട് ദാ ഇവിടെ ഒരു 3 കൊടുക്കുക. ഇത് വായിക്കുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 27. ഓക്കെ, 27ന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അതേപോലെ 64ന്റെയും എന്തെടുക്കണം? ക്യൂബ് റൂട്ട്. ഇവിടെ ഇങ്ങനെ ഒരു 3 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കണം ക്യൂബ് റൂട്ട് ഓഫ് 64. 64ന്റെ ക്യൂബ് റൂട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ 27ന്റെയും ക്യൂബ് റൂട്ട് എടുക്കുക, 64ന്റെയും ക്യൂബ് റൂട്ട് എടുക്കുക. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പക്കയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഈ ക്യൂബ് റൂട്ട് ചിന്തിക്കണം. 27 എന്ന് പറയുന്ന എന്തിന്റെ ക്യൂബായിട്ടാ വരുന്നേ? അതായത് 3 × 3 ചെയ്യുമ്പം 3 3 9 9 3 27 എന്ന് കിട്ടും അല്ലേ? അതായത് 3ന്റെ ക്യൂബാണ് 27. അപ്പം മനസ്സിലാക്കുക 27ന്റെ ക്യൂബ് റൂട്ട് തിരിച്ചു പറയണം. 27ന്റെ ക്യൂബ് റൂട്ടാണ് ആരെന്ന് പറയുന്ന 3 എന്ന് 3 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്ന എത്രയായിരിക്കും? 3 ആയിരിക്കും. ഈസ് ടു. അതേപോലെ 64 എന്ന് പറയുന്ന 4 × 4 ചെയ്യുമ്പോഴാണ് 64 കിട്ടുന്നത്. അതായത് 64ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ഇവിടത്തെ ആൻസർ എത്രയായിരിക്കും? 3:4 ആണ്. എത്രയാണ്? 3:4 ആണ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? പിടികിട്ടിയോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം പക്കയല്ലേ മക്കളെ? പറഞ്ഞ കാര്യം പക്കയല്ലേ? അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ കാര്യം സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണല്ലേ? അപ്പൊ ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ ക്യൂബ് എടുക്കണം, സബ് ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ക്യൂബ് റൂട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ ക്യൂബ് എടുക്കണം, സബ് ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്തെടുക്കണം? ക്യൂബ് റൂട്ട് എടുക്കണം. ഓക്കെ, ഒന്നും കൂടി പറയാം. ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ ക്യൂബ് എടുക്കണം, സബ് ട്രിപ്ലിക്കേറ്റ് ആണെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കണം. ഓക്കെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പൊ ഇതങ്ങ് പക്കയാവും മക്കളെ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 125 216ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എത്ര? എങ്ങനെയാണ്? 125:216. പെട്ടെന്ന് ആൻസർ പറയണേ, പെട്ടെന്ന് ആൻസർ പറയണം. അതായത് എന്താണ് ചെയ്യാനുള്ളത്? ക്യൂബ് റൂട്ട് ഓഫ് എന്തെടുക്കണം? 125 എടുക്കണം. ഈസ് ക്യൂബ് റൂട്ട് ഓഫ് എന്തെടുക്കണം? 216 എടുക്കണം. ക്ലിയർ അല്ലേ? ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ചെയ്യാൻ എന്താ? ഏതിന്റെ ക്യൂബ് ആണെന്ന് നോക്കി, ഏതിന്റെ ക്യൂബായിട്ട് വരുന്ന നോക്കിയാൽ മതി മക്കളെ. 5 × 5 നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നേ. 5 × 5 × 5 ചെയ്യുമ്പോഴത്തേക്കാണ് 125 എന്ന് കിട്ടുന്ന. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 125ന്റെ ക്യൂബ് റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി 216 നോക്കണം. 6 × 6 ചെയ്യുമ്പോഴത്തേക്ക് 6 6 36, 36 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 216 ആണ്. ഓക്കെ, അതായത് 216ന്റെ
ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തെന്നെടുക്കാം? 6 എന്നെടുക്കാം. അതായത് മക്കളെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5:6 ആണെന്ന് നിസ്സംശയം പറയാം. ഓക്കെ അല്ലേ? നിസ്സംശയം പറയാം 5:6 ആണ് ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത്. 5:6 ആണ് ഇവിടത്തെ ട്രിപ്ലിക്കേറ്റ്, സബ് ട്രിപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ് അല്ല സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? എല്ലാവരും പറഞ്ഞായിരുന്നോ? ഞാൻ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ചെയ്തായിരുന്നോ? ആ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാവർക്കും കിട്ടിയോ? മക്കളെ നമ്മൾ 4 ടൈപ്പ് പഠിച്ചു. ഒന്നാമത്തെ ടൈപ്പ് എന്താ പഠിച്ചത്? ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. രണ്ടാമത്തെ എന്താണ് പഠിച്ചത്? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. മൂന്നാമത്തെ എന്താ പഠിച്ചത്? ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. നാലാമത്തെ എന്താ പഠിച്ചത്? സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഏതൊക്കെയാണ്? ഡ്യൂപ്ലിക്കേറ്റ്, സബ് ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ്, സബ് ട്രിപ്ലിക്കേറ്റ്. ഒന്നും കൂടെ എല്ലാവരും എന്റെ കൂടെ പറയണം, ഉറക്കെ പറയണം. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് കണ്ടെത്തേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ എടുത്താൽ മതി. സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലോ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. എന്നാൽ ട്രിപ്ലിക്കേറ്റ് ആണെങ്കിലോ ക്യൂബ് എടുക്കുക, സബ് ട്രിപ്ലിക്കേറ്റ് ആണെങ്കിലോ ക്യൂബ് റൂട്ട് എടുക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഇതുവരെ പറഞ്ഞ ഇത്രയും ടൈപ്പ് പക്കയാണോ? ഓക്കെ ആണോ? എന്നാൽ നമുക്ക് നേരെ അടുത്തയിലോട്ട് പോവാമല്ലോ. ശ്രദ്ധിച്ചു കേട്ടോളണം. അടുത്തയിലോട്ട് പോവുകയാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 5ാമത്തെ ടൈപ്പ് ആണ്. ശ്രദ്ധിച്ചു കേട്ടോളണം. 5ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മക്കൾ. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇനി പറയുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 റേഷ്യോസ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് A:B എന്ന് പറയുന്ന 3:5 ആണ്, B:C എന്ന് പറയുന്ന 4:7 ആണ്. എന്നിട്ട് കണ്ടെത്താൻ പറഞ്ഞേക്കുന്ന എന്താ? A:B:C വേണം കണ്ടെത്താൻ. അതായത് മക്കൾ ഇവിടുത്തെ റേഷ്യോന്റെ പ്രത്യേകത, ചിലപ്പോൾ ഇവിടെ 2 റേഷ്യോ ഉള്ളൂ, ചിലപ്പോൾ 3 എണ്ണം ചോദിക്കാം, 4 എണ്ണം, മാക്സിമം 4, 5ഒക്കെയാണ്. 5ഒക്കെ ചോദിക്കുന്ന റെയർ ആണ് കേട്ടോ. 5ഒക്കെ ചോദിക്കുന്ന റെയർ ആണ്. 4 എണ്ണമൊക്കെ ചോദിക്കാറുണ്ട്, 4 റേഷ്യോ ഒക്കെ ചോദിക്കാറുണ്ട്. നല്ലൊരു PSCയിലൊക്കെ 4 എണ്ണം വരുന്നത് അത്യാവശ്യം ഡിഗ്രി ലെവലൊക്കെ പോലുള്ള എക്സാമുകൾക്കാണ് സാധാരണ എന്ത് ചെയ്യാറ്? ഈ പറയുന്ന 4 എണ്ണമൊക്കെ വരുന്ന ചോദിക്കുന്നത്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഈ 2 എണ്ണവും 3 എണ്ണമൊക്കെ വരുന്നതാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഏത് ചോദിച്ചാലും ഒരേപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. ഇവിടുത്തെ വ്യത്യാസം, ഇവിടുത്തെ എന്താണ് ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കണം. A:B വാല്യൂ കൊണ്ട് 3:5 ആണ്. B:C എന്ന് പറഞ്ഞാൽ 4:7 ആണ്. അതായത് ഇവിടെ എയും ബിയും ഉണ്ട്. ഇതിൽ രണ്ടാമത് വന്നേക്കുന്ന ബി അടുത്ത റേഷ്യോയിൽ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വന്നേക്കുന്നു അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഇത് LCM ഒക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതൊക്കെ പാടാണ്, വെറുതെ അതൊന്നും നോക്കാൻ പോണ്ട. എന്നിട്ട് അവർ ചോദിക്കുന്ന എന്താ? ഈ 3 പേരാണ് ഇതിനകത്തുള്ളത് അല്ലേ? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇവരുടെ റേഷ്യോ ആണ് ഇവിടെ കണ്ടെത്താനായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 2 പേരും തമ്മിൽ 2 റേഷ്യോ എന്ന് പറയുന്ന ഒന്നെന്താണ്? ഒന്ന് കുഴപ്പിച്ച് പറഞ്ഞേക്കുകയാണ് അല്ലേ? എന്നിട്ട് എങ്ങനെയാ? ഇവര് 3 പേരും കൂടെ ഉള്ള റേഷ്യോ ആണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ക്വസ്റ്റ്യന്റെ ടൈപ്പ് മനസ്സിലായല്ലോ? ഇങ്ങനെ വരുമ്പോൾ മക്കളെ LCM ഒന്നും എടുക്കാനൊന്നും പോണ്ട. LCM ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാടാണ്. വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ടഫായിട്ട് വരുമ്പോഴത്തേക്ക് പാടായിട്ട് മാറും. കൂടുതൽ എണ്ണമൊക്കെ വരുമ്പോൾ 2 എണ്ണമൊക്കെ ചിലപ്പോൾ എളുപ്പമായിരിക്കും, 3 എണ്ണോ 4 എണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും. അപ്പൊ ഒരു എളുപ്പത്തിലൊരു മാർഗം ഇതേപോലെ റേഷ്യോനെ കമ്പൈൻ ചെയ്യാൻ, അതായത് ABC ഇതുപോലെ എല്ലാം കൂടെ ഉള്ള റേഷ്യോ കണ്ടെത്തണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് സാധാരണ PSCയിൽ ചോദിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോളണേ. ഒരേ ടൈപ്പാണ്. ഇതേപോലെ എത്ര റേഷ്യോ വന്നാലും ഞാൻ ഈ പറയുന്ന ഐഡിയയിൽ അങ്ങ് ചെയ്താൽ മതി. അതായത് മക്കളോട് നമുക്കിവിടെ കണ്ടെത്തേണ്ട എന്താ? A അതുപോലെ B അതുപോലെ C, ഇവര് 3 പേരും കൂടിയുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. തന്നിരിക്കുന്ന റേഷ്യോസ് എടുത്ത് താഴെ എഴുതുക. അത് A:B എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 5 ആണ്. അങ്ങനെ ചിന്തിക്കാവൂ. എയുടെ വാല്യൂ എത്രയാ? 3 ആണ്, ബിയുടെ വാല്യൂ എത്രയാ? 5 ആണ്. അപ്പൊ താഴെ എഴുതുക. എയുടെ വാല്യൂ എന്ന് പറയുന്ന 3 ആണ്, ബിയുടെ എത്രയാ? 5 ആണ്. അടുത്ത എങ്ങനെയാ? B:C എന്ന് പറയുന്ന 4:7 ആണ്. അപ്പൊ ബിയുടെ വാല്യൂ 4 ആണ്, സിയുടെ വാല്യൂ 7 ആണ്. ഓക്കെ, അപ്പൊ ബിയുടെ വാല്യൂ ഞാൻ ഇവിടെ ഓൾറെഡി ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, വീണ്ടും ഒരെണ്ണം വരുന്നു. അപ്പൊ താഴെ എഴുതാൻ പാടുള്ളൂ, കോമയായിട്ടൊന്നും എഴുതി വെക്കരുത്. താഴെ എഴുതാവൂ. താഴെ എഴുതുമ്പോൾ എത്ര എഴുതാം? 4 എന്ന് എഴുതാം. ഓക്കെ, സിയുടെ വാല്യൂ എത്രയാ? 7 ആണ്. അപ്പൊ സിയുടെ നേരെ താഴെ ഇതിന്റെ നേരെയേ എഴുതാവൂ, മുകളിലേക്ക് കയറ്റി എഴുതരുതേ. ഇതിന്റെ നേരെ എഴുതാവൂ. നേരെ സിയുടെ നേരെ താഴെ എങ്ങനെ എഴുതാം? 7 എന്ന് എഴുതാം. ഇനി ഇതേപോലെ റേഷ്യോസ് ഉണ്ടെങ്കിൽ ഇതേപോലെ താഴെ എഴുതി പോകണം. എത്ര എണ്ണം വന്നാലും ഇതേപോലെ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഇത്ര എഴുതി കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടിയിലൊരു വര അങ്ങ് കൊടുക്കണം. എന്നിട്ട് നോക്കുക, ഇവിടെ കുറെ സ്ഥലങ്ങൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണല്ലേ? അതായത് ഇവിടെ ഒരാൾ ഇതിന്റെ നേരെ ഫില്ല് ചെയ്യാനുണ്ട്. ഞാൻ അവിടെ ഡാഷ് കൊടുക്കുകയാണേ. ഇവിടെ എയുടെ നേരെ താഴെ ഇവിടെ ഒരാളും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? ഓരോ ആൾക്കാരെ നമ്മൾ ഫില്ല് ചെയ്യണം. ചുമ്മാ ഏവനെങ്കിലും കയറ്റി എടുത്താൻ പറ്റൂല.
ചുമ്മാ കണ്ട വഴിയെ പോകുന്ന അണ്ടനെ അടകോടനെയും പിടിച്ചിരുത്താൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു രീതിയുണ്ട്. നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉറപ്പായിട്ടൊരു വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെ, ഞാൻ അങ്ങോട്ട് ഫേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉറപ്പായിട്ടൊരു വാല്യൂ കാണും. ഇപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഉറപ്പായിട്ടൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ വാല്യൂ ഏതാ? 5 ആണല്ലേ? അതെടുത്ത് റിപ്പീറ്റ് ചെയ്തങ്ങ് എഴുതണം. ഇവിടെ വീണ്ടും ഡാഷ് ഉണ്ടെങ്കിൽ അത് അതേപോലെ റിപ്പീറ്റ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, എത്ര ഡാഷ് ഉണ്ടെങ്കിലും റിപ്പീറ്റ് അടിച്ച് അതേപോലെ അങ്ങ് എഴുതണം. ഇതേപോലെ താഴേക്ക് വരാം. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ടല്ലേ? ഇവിടെ എന്റെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എന്റെ റൈറ്റ് സൈഡിൽ 4 ഉണ്ട്. ആരുണ്ട്? 4 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആരായിരിക്കണം? 4. ഇങ്ങോട്ട് വീണ്ടും വീണ്ടും ഡാഷ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും അതേ ഫില്ല് ചെയ്യാവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ഈ ഫില്ല് ചെയ്ത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം സിമ്പിൾ അല്ലേ? ഇനി സിമ്പിളാ മക്കളെ, ഇനി സിമ്പിളാ. ഇനി എന്ത് ചെയ്താൽ മതി? എയുടെ കണ്ടെത്താൻ എയുടെ താഴെ കിടക്കുന്ന എല്ലാം കൂടെ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഇവിടെ മൾട്ടിപ്ലൈയേ ചെയ്യാവൂ. എന്തേ ചെയ്യാവൂ? മൾട്ടിപ്ലൈയേ ചെയ്യാവൂ. അല്ലാതെ ആഡ് ഒന്നും ചെയ്ത് വെക്കരുത്. മൾട്ടിപ്ലിക്കേഷൻ റേഷ്യോ ആയതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഗുണിക്കേ ചെയ്യത്തുള്ളൂ. അപ്പൊ എയുടെ കണ്ടെത്താൻ ഈ പറയുന്ന 3 4 ഗുണിക്കണം. 3 4 ഗുണിച്ചാൽ എത്ര? 3 4 12 ആണ്. 4 3 12 ഈസ് 2. ബിയുടെ കണ്ടെത്താൻ 5 4 ഗുണിക്കണം. 5 4 20 ഈസ് 2. സിയുടെ കണ്ടെത്താൻ 7 5 കൂടെ ഗുണിക്കണം. 7 5 35. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് മക്കളെ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നമുക്ക് കിട്ടിയതാണ് റേഷ്യോ. പക്ഷേ ഈ കിട്ടുന്ന റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റേഷ്യോ എപ്പോഴും സിംപ്ലസ്റ്റ് ഫോമിൽ, ഏറ്റവും ചെറിയ ഫോമിലേ എഴുതാവൂ. അപ്പൊ 3 പേരെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുത്ത് വെട്ടി ചെറുതാക്കണം. പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാവൂ. കാരണം ഓപ്ഷനിലെ ആൻസറേ വരത്തുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരുമ്പോഴാണ് അവിടെ വേറെ കാര്യം പറഞ്ഞത്. ഓക്കെ, എന്നാൽ ഇവിടെയൊക്കെ വരുന്ന കേസിൽ കറക്റ്റ് വെട്ടിയെടുത്തുള്ള ആൻസറേ വരത്തുള്ളൂ. അപ്പൊ വെട്ടാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വെട്ടണം. ഇവിടെ പക്ഷേ എങ്ങനെയാണ്? 12 ഉണ്ട്, 20 ഉണ്ട്, 35. 3 പേരെയും വെട്ടാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 3 പേരെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഒരു കാരണവശാലും കിട്ടത്തില്ല. നമുക്ക് നിസ്സംശയം പറയാം, കിട്ടില്ല. ഓക്കെ, ഉറപ്പായിട്ടും എന്ത് ചെയ്തില്ല? വെട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. അതായത് മക്കളെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? A:2 B:2 C എന്ന് പറയുന്നത് എത്രയാണ്? 12:20:35 ആണ്. 12:20:35 ആണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എഴുതിയ കാര്യം മനസ്സിലായോ? ഈ എഴുതിയത് ചെയ്തത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? ആർക്കെങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്തു തരണോ? ഒന്നും കൂടി പറഞ്ഞു തരണോ? ഒന്നുകൂടെ പറയണം. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോണേ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന നമ്പറും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്ന ഈ 3 പേരാണ് നമുക്ക് എടുക്കാനുള്ളത് അല്ലെ? ആരൊക്കെയാണ്? എ ബി സി. ഓക്കെ, എ ബി സി. അപ്പൊ ഈ 3 പേര് തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഓക്കെ, എയും ബിയും സിയും കൂടെ ഉള്ള 3 പേരും കൂടെ വരുന്ന റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ 3 പേര് വരുന്ന റേഷ്യോ വേണം നമുക്ക് കണ്ടെത്താനായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈ 3 പേരും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്താനായിട്ട് നമ്മൾ എന്താ മക്കളെ ചെയ്യാനുള്ളത്? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലോട്ട് പോവുക. നമുക്ക് A:B പറഞ്ഞിട്ടുണ്ട്, 3:5 ആണ് എന്ന് വെച്ചാൽ മനസ്സിലാക്കണം. എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ എത്രയാ? 5 ആണ്. അപ്പൊ എയുടെ താഴെ എഴുതാം 3, ബിയുടെ താഴെ എഴുതാം 5. ക്ലിയർ അല്ലേ? ഇതേപോലെ അടുത്ത നോക്കുക. B:C 4:7 ആണ്. അപ്പൊ നമുക്ക് എഴുതാം ബിയുടെ വാല്യൂ 4 ആണ്, സിയുടെ വാല്യൂ 7 ആണ്. അപ്പൊ ബിയുടെ നേരെ താഴെ എഴുതുക 4 ആണ്. നേരെ താഴെ എഴുതാവേ, കാരണം ബി ഓൾറെഡി ഒരെണ്ണം എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത എഴുതുമ്പോൾ നേരെ താഴെ എഴുതാവൂ 4. അടുത്ത സിയുടെ വാല്യൂ 7 ആണല്ലേ? സിയുടെ വാല്യൂ തൊട്ട് താഴെ ഇവിടെ എഴുതി വെക്കരുത്, കാരണം 4ന്റെ കൂടെ വരുന്നില്ല. അപ്പൊ അതിന്റെ നേരെ സിയുടെ താഴെ എഴുതാവൂ, ഇവിടെ എഴുതാം 7. ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ റേഷ്യോസ് എത്ര എണ്ണം വന്നാലും നമുക്ക് ഇതേപോലെ താഴെ പറക്കി എഴുതാം. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ മനസ്സിലായോ മക്കളെ? ഇതുവരെ പറഞ്ഞ പക്കയാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ ആണോ? എങ്കിൽ ഞാൻ അടുത്ത പറയട്ടാ, ബാക്കി ഇനി ചെയ്ത കാര്യം പറയട്ടാ. ഇനിയാണ് ഞാൻ വേക്കന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്തേ അല്ലേ? എവിടേക്കോ ആരൊക്കെയോ മിസ്സിംഗ് ആണ് അല്ലെ? ആരൊക്കെയോ മിസ്സിംഗ് ആണ്. ആരൊക്കെയാണ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എവിടെയൊക്കെയാ മിസ്സിംഗ് ആയിട്ട് കിടക്കുന്നത്? സിയുടെ നേരെ താഴെ ഈ 5ന്റെ നേരെ ഇവിടെ ഒരാൾ വരാനുണ്ട് അല്ലെ? ഇവിടെ ഒരു വേക്കന്റ് ആയിട്ട് സ്പേസ് കിടക്കുക. അപ്പൊ ഇവിടെ ആരോ വരണം.
അതേപോലെ എയുടെ നേരെ താഴെ ഈ 4ന്റെ കൂടെ ചേർന്ന് ഇവിടെയും ആരോ ഒരുത്തൻ വരാനുണ്ട്, അവിടെയും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം പക്കയല്ലേ? ഇനി മക്കളെ ഈ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്പേസ് ഞാൻ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. ഫില്ല് ചെയ്യാനായിട്ട് ഇവന്റെ ഇടതുവശത്തോ വലതുവശത്തോ ഒരു നമ്പർ കാണും, അവനെടുത്തങ്ങ് റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അതായത് സിയുടെ നേരെ ഇവിടെ ആരുണ്ട്? 5 ഉണ്ടല്ലേ. ഈ 5-നെടുത്ത് റിപ്പീറ്റ് ചെയ്ത് അവിടെ എഴുതുക 5. ഇനി ഇതേപോലെ ഇപ്പുറത്ത് ഒരു ഡാഷ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയും എഴുതണം 5. എത്ര എണ്ണം വന്നാലും അങ്ങനെ റേഷ്യോന്റെ എണ്ണം കൂടുമ്പോൾ ഡാഷിന്റെ എണ്ണം കൂടി കൂടി വരും കേട്ടോ. അവിടെ ഇതേപോലെ റിപ്പീറ്റ് അടിച്ച് എഴുതിക്കൊണ്ടേ ഇരിക്കണം. അതാണ് മനസ്സിലാക്കാനുള്ള. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ എന്താണ് പറഞ്ഞത്? ഇവിടെ 5 എഴുതി. ഇനി താഴെ ഇവിടെ എഴുതേണ്ട എങ്ങനെയാ? ഇവിടെ എന്താണ്? ഇവിടെ ഒരു സൈഡിൽ 4 കിടപ്പുണ്ട്, അതിനെടുത്ത് റിപ്പീറ്റ് അടിച്ചങ്ങ് എഴുതുക 4. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് ഫില്ല് ചെയ്ത് മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യാൻ? ഇനി നമുക്ക് ഇവരുടെ റേഷ്യോ സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. എയുടെ കണ്ടെത്താനായിട്ട് എയുടെ താഴെയുള്ള എല്ലാ പേരെയും കൂടെ ഗുണിക്കണം. ഗുണിക്കേ ചെയ്യാവൂ, എഴുതി വെച്ചോളണം. ഗുണിക്കേ ചെയ്യാവൂ, കൂട്ടിയൊന്നും വെച്ച് കളയരുത്, ഗുണിക്കേ ചെയ്യാവൂ. അപ്പൊ 3ഉം 4ഉം കൂടെ ഗുണിക്കുമ്പോ 4 3 12 എന്ന് കിട്ടി. എ കിട്ടി. അടുത്ത ഈസ്റ്റു ബിയുടെ കണ്ടെത്താൻ ബിയുടെ താഴെ ആരൊക്കെയുണ്ടോ അവരെ ഗുണിക്കണം. 5ഉം 4ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 5 4 20 ഈസ്റ്റു. സിയുടെ താഴെ ആരൊക്കെയുണ്ട്? 5 7 അല്ലേ. 5 7 ഗുണിക്കുമ്പോൾ എങ്ങനെ വരും? 7 5 35. ഓക്കെ, എങ്ങനെ കിട്ടി? എയുടെ താഴെയുള്ള 3ഉം 4ഉം കൂടെ ഗുണിച്ചപ്പോ 12, ബിയുടെ താഴെയുള്ള 5ഉം 4ഉം കൂടെ ഗുണിച്ചപ്പോഴത്തേക്ക് 20, സിയുടെ താഴെയുള്ള 5 7 ഗുണിച്ചപ്പോഴത്തേക്ക് 35. അതായത് 12ഉം 20ഉം 35. അതായത് A:B:C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12:20:35 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ നിന്ന് മനസ്സിലാക്കുക, A:B:Cയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12:20:35 ആണ്. ഇത് വിട്ട ഞാൻ പറഞ്ഞു റേഷ്യോ എപ്പോഴും ചെറുതാക്കി എഴുതാവൂ. 3 നമ്പറിനെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ചെറുതാക്കണം. ഇവിടെ 12 20 വേണമെങ്കിൽ എനിക്ക് 2 കൊണ്ട് വെട്ടാം അല്ലേ. 20 35 വേണമെങ്കിൽ 5 കൊണ്ട് വെട്ടാം അല്ലേ. എന്നാൽ 3 പേരെയും വെട്ടാൻ പറ്റുന്ന ഒരു നമ്പറും ഇല്ല കോമൺ ആയിട്ട്. അപ്പൊ എവരെ ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റൂല. എവരുടെ ആൻസർ ഏത് തന്നെയാണ്? ഇത് തന്നെയാണ്. അതായത് A:B:C എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 12:20:35 ആയിരിക്കും. ഓക്കെ, A:B:C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:20:35 ആണ്. ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി. ഇതേപോലെ റേഷ്യോ കമ്പൈൻ ചെയ്യാൻ വരുന്ന ഇങ്ങനത്തെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതേപോലെ അങ്ങ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇവിടെ 2 എണ്ണം മാത്രം വരണം നിർബന്ധമൊന്നുമില്ല, 3 എണ്ണം വരാം, 4 എണ്ണം വരാം. ഏത് വന്നാലും ഇതേപോലെ താഴെ താഴെ പറക്കി എഴുതിയിട്ട് അവിടെ എന്ത് ചെയ്യും? എണ്ണം കൂടി കൂടി വരും. ഈ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസും കൂടി കൂടി വരും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഇനി ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായോ? പക്കയാണോ? ഓക്കെ അല്ലേ? പക്കയല്ലേ? ഇതുവരെ പക്കയല്ലേ? ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാമോ? ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, കുറച്ചുകൂടെ ഒരു വലിയ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾ തന്നെ ചെയ്യണേ മക്കളെ. എണ്ണം കൂടി വന്നാലും ഇതേപോലെ തന്നെ. ഓക്കെ, ഇതേപോലെ അങ്ങ് ചെയ്താൽ മതിയേ. അപ്പൊ പെട്ടെന്ന് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? A:B 2:1 ആണ്. B:C 1:2 ആണ്. C:D 3:1 ആണ്. D:E 4:3 ആണ്. എത്ര റേഷ്യോ ഉണ്ട്? 1 2 3 4. ഈ 4 നോക്കാണ് ഞാൻ മാക്സിമം ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഡിഗ്രി ലെവലൊക്കെ പോലുള്ള എക്സാമുകൾക്കാണ് സാധാരണ ഈ 4 എണ്ണമൊക്കെ ചോദിക്കാറുള്ളത്. അല്ലാത്ത എക്സാമിനൊന്നും 4 എണ്ണം ഞാൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം, ഭാവിയിൽ ചോദിക്കാം. പക്ഷെ എല്ലാം ചെയ്യുന്നതൊക്കെ ഒരേ ടൈപ്പിലാണ്, ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ടൈപ്പായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞ ഐഡിയ കിട്ടിയ ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, A:B ഉണ്ട്, ഇതിലെ B അടുത്തേലുണ്ട്, ഇതിലെ C അടുത്തേലുണ്ട്, ഇതിലെ D അടുത്തേലുണ്ട്. ഓക്കെ, എന്നിട്ട് എന്താ ചോദിച്ചേക്കുന്നത്? ഉള്ള എല്ലാ ആൾക്കാരും, അതായത് എത്ര പേരുണ്ട്? ABCDE 5 പേരുണ്ട് അല്ലേ. ഇവർ 5 പേരും കൂടിയുള്ള റേഷ്യോ, അതായത് ABCDE ഈ 5 പേരും കൂടിയുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടെത്താമല്ലോ, സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. പറക്കി പറക്കി താഴെ അങ്ങ് എഴുതണം. എങ്ങനെയാണ്? A:B 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, B:C എന്ന് പറഞ്ഞാൽ 1:2 എന്ന് പറഞ്ഞാൽ ബിയുടെ നേരെ താഴെ ബിയുടെ വാല്യൂ വീണ്ടും 1 ആണ്. സിയുടെ വാല്യൂവിന്റെ നേരെ എഴുതാവൂ, മാറിപ്പോകരുത്, 2 ആണ്. ഒരു ഓർഡറിൽ എഴുതാണേ. അടുത്ത C:D എന്ന് പറയുന്ന 3:1 ആണ്. അപ്പൊ സിയുടെ വാല്യൂ 3 ആണ്, ഇതിന്റെ താഴെ എഴുതാവൂ 3 ആണ്.
ഓക്കെ, ഡിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇതിന്റെ നേരെ ഡിയുടെ നേരെ താഴെ എഴുതാവൂ 1 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ഡി ഈസ് ടു ഇ എന്ന് പറയുമ്പോൾ 4:3. അതായത് ഡിയുടെ വാല്യൂ ഇതിന്റെ നേരെ താഴെ 4 ആണ്. ഇയുടെ വാല്യൂ നേരെ എന്താണ്? ഇതിന്റെ നേരെ ഇയുടെ നേരെ താഴെയായിട്ട് 3 എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം പക്കയല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ്? ഈ എഴുതുന്ന കാര്യം എണ്ണം കൂടുന്തോറും ഇതേപോലെ താഴെ ഇങ്ങനെ എഴുതി ഒരു കോർണർ പോലെ ഇങ്ങനെ പോകും. ഓക്കെ, ഒരു ഡയഗണലൊക്കെ നമ്മൾ വരയ്ക്കത്തില്ലേ, അതേപോലെ ഇങ്ങനെ പോകും, ചരിഞ്ഞൊറ്റ പോക്കങ്ങ് പോകും. ക്ലിയർ അല്ലേ? ഇനി വേക്കൻറ്റ് സ്പേസ് എന്ത് ചെയ്യും? കൂടും അല്ലേ? അതായത് ഒന്നും ഇല്ലാത്ത ആൾക്കാർ കാണുമ്പോൾ തന്നെ അറിയാം. മക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരി എടുക്കുമ്പം 2 ഉണ്ട് 1 ഉണ്ട് എന്നാൽ സിയുടെ താഴെ ഒരുത്തം വരാനുണ്ട്, ഡിയുടെ താഴെ ഒരുത്തം വരാനുണ്ട്, ഇയുടെ താഴെ ഒരുത്തം വരാനുണ്ട്. രണ്ടാമത്തെ റോ എടുത്തു കഴിഞ്ഞാൽ എയുടെ താഴെ ഇവിടെ ഒരുത്തം വരാനുണ്ട്, സി ഇവിടെ ബിയും സിയും ഉണ്ട് എന്നാൽ ഡിയുടെ താഴെ ഒരുത്തം വരാനുണ്ട്, ഇയുടെ താഴെയും ഒരുത്തം വരാനുണ്ട്. ഓക്കെ, മൂന്നാമത്തെ റോ എടുത്തു കഴിഞ്ഞാൽ എയുടെ താഴെ ഇവിടെ ഒരുത്തം വരാനുണ്ട്, ബിയുടെ താഴെ ഇവിടെ ഒരുത്തം വരാനുണ്ട്, സിയും ഡിയും അവിടെ ഉണ്ട് എന്നാൽ ഇയുടെ താഴെ ഒരാളും കൂടെ വരാനുണ്ട്. ക്ലിയർ അല്ലേ? നാലാമത്തെ റോ എടുത്തു കഴിഞ്ഞാൽ എയുടെ താഴെ ഇവിടെ ഒരുത്തം വരണം, ബിയുടെ താഴെ ഒരുത്തം ഇവിടെ വരണം, സിയുടെ താഴെ എവനും വരണം, ഡിയും ഇയും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, വേക്കൻറ്റ് സ്പേസ് കൂടിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞ റേഷ്യോന്റെ എണ്ണം കൂടുമ്പോൾ ഈ സാധനം കൂടി വരിക, അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ചെയ്യാമല്ലോ. ഇനി ചെയ്യാൻ ഞാൻ പറഞ്ഞെന്ന ഐഡിയ ഉണ്ടല്ലോ. വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ സൈഡിൽ ഉറപ്പായിട്ട് ഒരു നമ്പർ കാണും. ഇപ്പൊ സി എടുത്തു കഴിഞ്ഞാൽ സിയുടെ സൈഡിൽ ആരുണ്ട്? ഇവിടെ ഒരു 1 ഉണ്ടല്ലേ? ആ 1 തന്നെ ഇങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങ് ഫില്ല് ചെയ്താൽ മതി. ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചങ്ങ് ഫില്ല് ചെയ്യണം. അതായത് ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1. ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം വരണം അല്ലേ? അവിടെ അതിന്റെ സൈഡിൽ ആരാണുള്ളത്? 1. ലെഫ്റ്റും റൈറ്റും മാത്രം നോക്കാവൂ, മുകളിലും താഴെയും നോക്കി കളയരുതേ. ലെഫ്റ്റ് റൈറ്റുവേ നോക്കാവൂ. ഇവിടെ എന്താണ്? ഇവിടെ ഒരെണ്ണുണ്ട്, അതിനെടുത്ത് ഇവിടെ അങ്ങ് അതേപോലെ റിപ്പീറ്റ് അടിച്ചെഴുതണം. എന്നാൽ ഈ റോയിൽ തന്നെ ഇങ്ങോട്ടുണ്ടല്ലേ? ഇവിടെ എഴുതേണ്ട 1 എന്ന് എഴുതി കളയരുത്. ഇവിടെ അവന്റെ കൂടെ ചേർന്നിരിക്കുന്ന ആരാ? 2 ആണല്ലേ? അപ്പൊ ഇവിടെ റിപ്പീറ്റ് അടിച്ചെഴുതേണ്ട ആരായിരിക്കണം? 2 ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇപ്പൊ ഐഡിയ കിട്ടിയില്ലേ? ഇതേപോലെ തന്നെ താഴെ ഇവിടെ 3 എഴുതുക, ഇവിടെ 3 എഴുതുക. ഓക്കെ, ഇവിടെ ആരെ എഴുതണം? ഈ 1 എടുത്ത് കാണാം. ഇനി ഇവിടെ എഴുതേണ്ട ആരായിരിക്കണം? ഇവിടെ 4 ആണുള്ളത്, അപ്പൊ 4 4 4. ക്ലിയർ അല്ലേ മക്കളെ? ഞാൻ ഇതുവരെ എഴുതിയത്, ഇതുവരെ ഈ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് മാർക്ക് ചെയ്തതും ഇത് അടുക്കി പറക്കി വേക്കൻ്റ് ആയിട്ടുള്ള സാധനം ഫില്ല് ചെയ്തതും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? നേരത്തെ പറഞ്ഞ സെയിം ഐഡിയ അല്ലേ? സെയിം ഐഡിയ അല്ലേ? ഇവിടെ എണ്ണം കൂടുന്നു, റേഷ്യോന്റെ എണ്ണം കൂടുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും കൂടും. ഓക്കെ, റേഷ്യോന്റെ ഇവിടെ ആൻസർ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ആൻസർ കുറെ പേരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടുമെന്ന് നോക്കാം. നമ്മളെ ഇനി ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്ര എഴുതി കഴിഞ്ഞാൽ ബാക്കി സിമ്പിൾ ആണല്ലേ? എന്താ ചെയ്യാനുള്ളത്? ഇവിടെ എന്ത് ചെയ്യണം? അടിയിൽ ഒരു വര അങ്ങ് കൊടുത്തിട്ട് എയുടെ കണ്ടെത്താൻ എയുടെ താഴെയുള്ള എല്ലാവരെയും എന്ത് ചെയ്യണം? ഗുണിക്കണം അല്ലെ? ഗുണിക്കേ ചെയ്യാവൂ. 2 ഒന്നുകൂടെ ഗുണിക്കുമ്പോൾ 2 തന്നെയാണ്, 2 3 ഗുണിക്കുമ്പോൾ 3 2 6 ആണ്. 6 × 4 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 6 4 24 എന്ന് വരും. എത്രയെന്ന് വരും? 24 എന്ന് വരും. ഈസ് 2. അടുത്ത 1 × 1 1 ആണ്. ആ 1 × 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഈസ് 2 കൊടുത്തിട്ട് 1 × 2 2 ആണ്, 2 × 3 6 ആണ്, 6 × 4 എത്രയാണ്? 6 4 24 ഈസ് 2. 1 × 2 2 ആണ്, 2 × 1 2 തന്നെയാണ്, 2 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഈസ് 2. 1 × 2 2 ആണ്, 2 × 1 2 തന്നെയാണ്, 2 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. ക്ലിയർ അല്ലേ? ഇതുവരെ എഴുതിയത് പക്കയാണോ? എല്ലാവർക്കും പക്കയാണോ? വേറൊന്നുമില്ല, താഴെ വരുന്ന ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. ഇനി ഇതാണ് ആൻസർ. ഒരിക്കലും പറഞ്ഞു കളയരുത്. ഞാൻ പറഞ്ഞു എല്ലാ പേരെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വെട്ടണം. 24 ആണ്, 12 ആണ്, 24 ആണ്, 8 ആണ്, 6 ആണ്. കാണുമ്പോഴേ അറിയാം എല്ലാവരെയും കോമൺ ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24ന്റെ പകുതി എടുക്കുമ്പോൾ എത്ര വരും? 12 ഈസ് 2. 12ന്റെ പകുതി എടുക്കുമ്പോൾ എത്ര വരും? 6 ഈസ് 2. 24ന്റെ പകുതി എത്രയാ? 12 ഈസ് 2. 8ന്റെ പകുതി എത്രയാ? 4 ഈസ് 2. 6ന്റെ പകുതി എത്രയാ? 3. അതായത് 12 ഈസ് 2, 6 ഈസ് 2, 12 ഈസ് 2, 4 ഈസ് 2, 3. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ A ഈസ് 2, B ഈസ് 2, C ഈസ് 2, D ഈസ് 2, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ആൻസർ എത്രയാണ്? 12 ഈസ് 2, 6 ഈസ് 2, 12 ഈസ് 2, 4 ഈസ് 2, 3 ആണ്. ക്ലിയർ അല്ലേ? ഇത് തന്നെയല്ലേ എല്ലാവർക്കും കിട്ടിയത്? അപ്പൊ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ?
പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്നാൽ ഞാൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തരട്ടാ, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഇവിടെ തരട്ടാ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് പെട്ടെന്ന് ചെയ്തേ മകളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന A:B=3:4, B:C=6:5. എന്നിട്ട് ചോദിച്ചേക്കുന്നത് എന്താ? A:A+C ആണല്ലേ. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയും ചോദിക്കാം. ചിലപ്പോൾ A:A+C, A:A-C, A-B=B-C, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ റേഷ്യൂസ് ചോദിക്കാം. ഇതും ഏത് രീതിയിൽ ചെയ്യാം? നമ്മളിപ്പോൾ ചെയ്ത കണക്ക് ചെയ്യാം മക്കളെ. ആദ്യം ഈ A:A+C ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം A:B ഉണ്ട്, B:C ഉണ്ട്. നമുക്ക് എന്ത് കണ്ടെത്താം? A:B:C കണ്ടെത്തിക്കൂടെ? ഇത് കണ്ടെത്തേണ്ട മെത്തേഡ് എന്താ? 3:4. അപ്പൊ എഴുതാം 3, 4. അടുത്ത B:C 6:5. അപ്പൊ താഴെ എഴുതാം 6, 5. ഓക്കെ, വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ അങ്ങ് മാർക്ക് ചെയ്തു. എന്ത് ചെയ്യണം? വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം അല്ലെ. ഇവിടെ 4 വന്നുകൊണ്ട് ഇവിടെ 4, ഇവിടെ 6 വന്നുകൊണ്ട് ഇവിടെ 6. അപ്പം എയുടെ താഴെ എന്താണ്? 6 3 ഗുണിക്കുമ്പോൾ 6 3 18. അടുത്ത ഈസ്റ്റു 6 4 24, ഈസ്റ്റു 5 4 20. ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം. A:B:C കണ്ടെത്തണം. എയുടെ താഴെ 3 എഴുതി, ബിയുടെ താഴെ 4 എഴുതി. അടുത്ത B:C 6:5 ആണ്. അപ്പൊ ബിയുടെ താഴെ 6, സിയുടെ താഴെ 5. ക്ലിയർ അല്ലേ? വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് അവിടെ എന്താണ്? അവിടെ ഫില്ല് ചെയ്യണോ അല്ലെ. സൈഡിൽ കിടക്കുന്ന നമ്പർ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് അതേപോലെ ഫില്ല് ചെയ്തു. ഇവിടെ 4 കൊടുത്തു, ഇവിടെ 6 കൊടുത്തു. അതൊക്കെ ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? എയുടെ കണ്ടെത്താൻ എയുടെ താഴെയുള്ള എല്ലാം കൂടെ ഗുണിക്കുക. 6 3 ഗുണിക്കുമ്പോൾ 18. ബിയുടെ കണ്ടെത്താൻ 6 4 ഗുണിക്കുക, 6 4 24. സിയുടെ കണ്ടെത്താൻ 4 5 കൂടെ ഗുണിക്കുക, 5 4 20. ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ട എന്താ? ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൻസർ എന്ന് പറഞ്ഞു കളയരുത്. ആൻസർ പറയുന്നതിന് മുന്നേ A:B:C ആണ് നമ്മളിവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടി ചെറുതാക്കണം. 18 24 20 കാണുമ്പോഴേ അറിയാം 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടാൻ നേരെ പകുതി എടുത്താൽ മതി. 18ന്റെ പകുതി എത്രയാ? 9. 24ന്റെ പകുതി എത്രയാ? 12. 20ന്റെ പകുതി എത്രയാ? 10. ഇനി വെട്ടാൻ പറ്റുമോ? ഇനി ഉറപ്പായിട്ടും വെട്ടാൻ പറ്റത്തില്ല. അപ്പൊ A:B:C എങ്ങനെയാണ്? A:B:C എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 9:12:10 എന്ന് കിട്ടും. നമുക്ക് ആൻസർ ഇവിടെ ഇതാണ്. ഇവിടെ ഇതല്ല ആൻസർ. കാരണം ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിച്ചേക്കുന്നത് മക്കളെ? A:A+C ആണ് കണ്ടെത്താനുള്ളത്. എന്താണ്? A:A+C ആണ് കണ്ടെത്താനുള്ളത്. ചിന്തിക്കണം. എയുടെ വാല്യൂ എന്താ? 9 ആണ്. അപ്പൊ A ആയേ. ഓക്കെ, ഇനി അടുത്ത എന്താ എടുക്കാനുള്ള? A+C ആണ്. A+C എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 9 ആണ്, പ്ലസ് സിയുടെ വാല്യൂ എന്താ? 10 ആണ്. ഇതങ്ങ് കൂട്ടിയാൽ മതി. 9 + 10, അതായത് 9:9 + 10 എന്ന് പറയുമ്പോൾ എന്ന് കിട്ടും? 19 എന്ന് വരും. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയാണ്? 9:19 ആണ് ഇവിടുത്തെ ആൻസർ. കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇതേപോലെ എയും ബിയും സിയും എത്ര എണ്ണം ഉണ്ടോ അത് ആദ്യം കണ്ടെത്തുക. എന്നിട്ട് എന്താണോ, പ്ലസ് ആണോ മൈനസ് ആണോ എന്താണോ യവന്മാര് ചോദിച്ചേക്കുന്ന അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യും. ഓക്കെ ആണോ? പറഞ്ഞ ഐഡിയ കിട്ടിയോ? സിമ്പിൾ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? 9:19 എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഐഡിയ കിട്ടിയല്ലോ? ഒൻപത് 19 എല്ലാവർക്കും കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അടുത്തയിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമേ. ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കളെ. അടുത്ത ടൈപ്പിലോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളണേ. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, അടുത്ത 6ാമത്തെ ടൈപ്പ് ആണ്. ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കളെ. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x = 7y. ഓക്കെ, 5x അല്ല, 5x = 7y ആയാൽ x y എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? എങ്ങനെയാണ്? 5x എന്ന് പറയുന്നതും 7y എന്ന് പറയുന്നതും തുല്യമാണ്. ഇതാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ x y വേണം കണ്ടെത്താൻ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇതേപോലെ ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞേക്കുവേ. ഇക്വേറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് തുല്യമാണെന്ന് പറഞ്ഞിരിക്കും. ഇവിടെ ഒരു എക്സോ വൈയോ എന്തെങ്കിലും ഒരു വേരിയബിൾ, അതായത് ABC എന്നോ എന്തെങ്കിലും, P എന്നോ Q എന്നോ R എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിരിക്കും. അവരുടെ ഫ്രണ്ടിൽ ഒരു നമ്പറും കാണും. ഓക്കെ, ഫ്രണ്ടിൽ ഒരു നമ്പറും കാണും. ക്ലിയർ അല്ലേ മക്കളെ? ഇവിടെ എന്നിട്ട് ഇതിൽ വന്നിരിക്കുന്ന X ആണോ Y ആണോ അല്ലെങ്കിൽ A ആണോ B ആണോ എന്താണോ അവർ തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടെത്താൻ സിമ്പിളാണ് മക്കളെ. നമുക്ക് X കണ്ടെത്തണം. ഓക്കെ, X കണ്ടെത്തണം. ആ എക്സിന്റെ താഴെ X y എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ X വരുന്ന ഭാഗം
വിട്ടേക്കുക, ബാക്കിയുള്ള ഭാഗം എടുക്കുക. വൈയുടെ കൂടെ വരുന്ന ആരാ? 7 ആണ്, അതെടുത്ത് എഴുതുക ഈസ് ടു. അപ്പോൾ വൈയുടെ കണ്ടെത്താൻ എന്തായിരിക്കും? വൈയുടെ കണ്ടെത്താൻ വൈയുടെ ഭാഗം അങ്ങ് മറന്നേക്കുക, എക്സിന്റെ കൂടെ വരുന്ന 5 എടുക്കുക. ഇത്രയേ ഉള്ളൂ. എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? സിമ്പിളായിട്ട് കിട്ടും, 7:5 ആണ്. നേരെ തിരിച്ചെടുക്കുക. രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്ത് വരുന്ന കേസിൽ നേരെ തിരിച്ചെടുക്കുക. 5ന്റെ അടുത്ത് വൈക്ക് കൊടുക്കുക, സോറി എക്സിന്റെ അടുത്ത് വൈക്ക് കൊടുക്കുക, വൈയുടെ അടുത്ത് എക്സിന് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചങ്ങ് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നും കൂടെ പറയണോ? പറഞ്ഞ കാര്യം പക്കയാണോ? വേറൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, എന്നാ എല്ലാവരും പറഞ്ഞിട്ടോ. അപ്പൊ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? അത് സിമ്പിൾ ആയിട്ട് കിട്ടില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. എന്നാ അടുത്ത ഒന്ന് നോക്കിയേ മക്കളെ. അടുത്ത എങ്ങനെയാ ക്വസ്റ്റ്യൻ? ഇങ്ങനെയാണ് പറയുന്നത്, 3p = 4q = 5r ആയാൽ p/q/r എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ 3 പേരുണ്ടേ. 2 പേരാണെങ്കിൽ നേരെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എന്നാൽ ഇവിടെ എങ്ങനെയാ? 3 പേരുണ്ട്. അതായത് 3p = 4q = 5r എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? എന്നിട്ട് എന്താ കണ്ടെത്താനുള്ളത്? ഞാൻ ആൻസർ ഡയറക്റ്റ് എഴുതാൻ പോവുകയാണേ. p/q/r വേണം കണ്ടെത്താൻ. അതായത് പിയുടെ എനിക്ക് കണ്ടെത്തണം മക്കളെ. പിയുടെ കണ്ടെത്താൻ പിയുടെ അങ്ങ് വിട്ടേക്കണം. ഓക്കെ, പിയുടെ അങ്ങ് വിട്ടേക്കണം. ബാക്കി ക്യൂവിൻ്റെയും ആറിൻ്റെയും ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ അങ്ങ് ഗുണിക്കുക. ആരൊക്കെയാണ്? 4ഉം 5ഉം ആണ്, 4ഉം 5ഉം ആണ്. 5 4 ഗുണിച്ചാൽ എത്രയാ? 5 4 20. കഴിഞ്ഞു. ഈസ് ടു. ക്യൂവിൻ്റെ കണ്ടെത്താൻ ക്യൂവിൻ്റെ അങ്ങ് മറന്നേക്കണം, ബാക്കിയുള്ള എണ്ണം ഗുണിക്കുക. 3 5 ഗുണിക്കുമ്പോൾ 5 3 15. ഈസ് ടു. ആറിൻ്റെ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 6ന്റെ അങ്ങ് മറന്നേക്കുക, ബാക്കിയുള്ള എണ്ണം ഗുണിക്കുക. 4 3 ഗുണിക്കുക, 4 3 12. ഓക്കെ, വെട്ടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? വെട്ടാം. എന്നാൽ ഇവിടെ വെട്ടാൻ പറ്റുമോ? വെട്ടാനൊന്നും പറ്റത്തില്ല. അപ്പൊ 20:15:12 ആണ് ആൻസർ. അപ്പൊ 3 എണ്ണം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങ് ചെയ്യണം. 2 എണ്ണം വന്നാൽ അപ്പുറത്ത് ഇപ്പുറത്ത് മാറ്റി കൊടുത്താൽ മതി അല്ലേ? എന്നാൽ 3 എണ്ണം വരുമ്പോഴത്തേക്ക് ഇപ്പൊ പിയുടെ കണ്ടെത്താൻ പിയുടെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എണ്ണം ഗുണിക്കുക. ക്യൂവിന്റെ കണ്ടെത്താൻ ക്യൂവിന്റെ മാറ്റി നിർത്തിയിട്ട് ബാക്കി 2 എണ്ണം ഗുണിക്കുക. ആറിന്റെ കണ്ടെത്താൻ ആറിന്റെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കി 2 എണ്ണം ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലാവാൻ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? ഓക്കെ അല്ലേ? 20:15:12 എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പറയണം. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞു തരാം മക്കളെ. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3p = 4q = 5r ആണ്. ഓക്കെ, നമുക്ക് പിയുടെ റേഷ്യോ കണ്ടെത്തണം, ക്യൂവിന്റെ കണ്ടെത്തണം, ആറിന്റെ കണ്ടെത്തണം. അതായത് പിയുടെ റേഷ്യോ, ക്യൂവിന്റെ റേഷ്യോ, ആറിന്റെ റേഷ്യോ ഇതാണ് കണ്ടെത്താൻ. പിയുടെ കണ്ടെത്താൻ പിയുടെ അങ്ങ് വിട്ടേക്കണം. എന്നിട്ട് ബാക്കിയുള്ള 2 എണ്ണം കൂടെ ഗുണിക്കുക. അതായത് 4ഉം 5ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 5 4 20. താഴെ എഴുതാം. ഈസ് ടു. ഇതേപോലെ ക്യൂവിന്റെ കണ്ടെത്താനായിട്ട് ക്യൂവിന്റെ അങ്ങ് വിട്ടേക്കണം, ബാക്കി 2 എണ്ണവും കൂടി അങ്ങ് ഗുണിക്കണം. അതായത് 5 3 15. ഈസ് ടു. ആറിന്റെ കണ്ടെത്താൻ ആറിന്റെ അങ്ങ് വിട്ടേക്കുക, ബാക്കി 2 എണ്ണം കൂടിയും ഗുണിക്കുക. 4ഉം 3ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഇതേപോലെ ഏതാണോ കണ്ടെത്തേണ്ടത് അത് വിട്ടേക്കുക, ബാക്കിയുള്ള 2 കൂടെ അങ്ങ് ഗുണിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് ആൻസർ എത്ര എന്ന് കിട്ടും? 20:15:12 എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. എത്രയാണ്? 20:15:12. ക്ലിയർ അല്ലേ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ? ഇനി ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? പക്കയാണോ? ക്ലിയർ അല്ലേ? അടുത്തയിലോട്ട് പോവാലോ മക്കളെ. അടുത്തയിലോട്ട് പോവുകയാണേ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളണേ. അടുത്ത 7ാമത്തെ ടൈപ്പ് ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, p/5 ഇവിടെ താഴെയാണേ. p/5 = q/3 = r/4 ആയാൽ ഇവിടെയും ചോദിക്കുന്നത് എന്താ? p/q/r ആണ് കണ്ടെത്താനുള്ള. മക്കളെ, നേരത്തെ ആണെങ്കിൽ പിയുടെ കൂടെയാണ് കോഎഫിഷ്യന്റ് എന്നാണ്, ഈ കൂടെ വരുന്ന ആൾക്കാർ നമ്മൾ കോഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. ഇവിടെയും കോഎഫിഷ്യന്റ് 1/5 ആണ് വന്നേക്കുന്നത്, 1/3 1/4 അതാണ് സാധനം. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം. ഇവിടെ താഴെയാണ് നമ്പേഴ്സ് വന്നേക്കുന്നത്. ഓക്കെ, കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. താഴെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ആൻസർ ഞാൻ ഡയറക്റ്റ് എഴുതാൻ പോവുകയാണേ. താഴെ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കണ്ടെത്തേണ്ടതാണ് p/q/r കണ്ടെത്തണം. മക്കളെ, ഈ താഴെ വന്നിരിക്കുന്ന നമ്പർ താഴെ ഏതൊക്കെയാണോ? പിയുടെ താഴെ ഏതാ? 5, അത് തന്നെയാണ് പിയുടെ റേഷ്യോ. ക്യൂവിന്റെ താഴെ ഏതാ? 3, അത് തന്നെയാണ് ക്യൂവിന്റെ റേഷ്യോ. ആറിന്റെ താഴെ ഏതാ? 4 ആണ്, അത് തന്നെയാണ് ആറിന്റെയും റേഷ്യോ. അതായത് ഇവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3:4. താഴെ വരുന്ന എടുത്ത് പറക്കി അതേപോലെ എഴുതിയാൽ ഒന്നും ചെയ്യാനില്ല.
പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? അപ്പൊ ഇതേപോലെ താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, താഴെ പറക്കി എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാൻ പോണ്ട. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? താഴെ വന്നു കഴിഞ്ഞാൽ ഈ പിയും ക്യൂവും ആറൊക്കെ മുകളിൽ വന്നിട്ട് താഴെ ഇതേപോലെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്നിട്ട് പിയും ക്യൂവും ആറും തമ്മിലുള്ള റേഷ്യോ വെച്ച് കഴിഞ്ഞാൽ താഴെ വരുന്നത് ആരാണോ അവരെ പറക്കി അങ്ങ് എഴുതണം. ക്ലിയർ അല്ലേ? താഴെ വന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? പിയുടെ താഴെ 5 ആണ്, ക്യൂവിന്റെ താഴെ 3 ആണ്, ആറിന്റെ താഴെ എന്താണ് 4 ആണ്. അപ്പൊ ഇതായിരിക്കും ഇവർ തമ്മിലുള്ള റേഷ്യോ. നേരെ കിടക്കുന്ന എടുത്തങ്ങ് എഴുതിയത്, വേറെ ഒന്നും ചെയ്യണ്ട. സിമ്പിൾ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പക്കയാണോ? പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയാണോ? പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയാണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ അല്ലേ? പക്കയല്ലേ? അപ്പൊ 5:3:4 എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത് നോക്കാം നമുക്ക്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ പക്ഷെ ഇവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കണേ. 2/p = 3/q = 1/r എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് എന്നിട്ട് p:q:r തന്നെയാണ് ഇവിടെയും കണ്ടെത്താനുള്ളത് അല്ലേ? പക്ഷെ വ്യത്യാസം മനസ്സിലാക്കിയേ. താഴെയാണ് പിയും ക്യൂവും ആറും വന്നേക്കുന്ന, മുകളിലാണ് നമ്പേഴ്സ് വന്നേക്കുന്നത് അല്ലേ? നേരത്തെ ആണെങ്കിൽ താഴെ ആയിരിക്കും നമ്പേഴ്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതേപോലെ അങ്ങ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ എങ്ങനെയാ? താഴെ പിയും ക്യൂവും ആറും വന്നിട്ട് മുകളിലാണ് നമ്പേഴ്സ് വന്നേക്കുന്നത് അല്ലേ? മക്കളെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. ആരൊക്കെ തമ്മിലുള്ള p:q:r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? p:q:r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ റേഷ്യോ എഴുതാൻ പിയുടെ മുകളിൽ വന്നേക്കുന്ന ആരാ? 2. ക്യൂവിന്റെ എഴുതാൻ ക്യൂവിന്റെ മുകളിൽ ആരാ? 3. ആറിന്റെ എഴുതാൻ ആറിന്റെ മുകളിൽ ആരാ? 1. ഇത് തന്നെയാണ് ആൻസർ. അപ്പൊ താഴെ വന്നാലും മുകളിൽ വന്നാലും ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. പറഞ്ഞു മനസ്സിലായ? താഴെ വന്നാലും മുകളിൽ വന്നാലും ഇത് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് കാണും, എന്തുകൊണ്ടാണ് താഴെ വന്നപ്പോ ഇത് ഓക്കെ, അത് സാറ് പറഞ്ഞു ശരിയാണ് അല്ലെ, ഞാൻ പറഞ്ഞു ഈ ചേട്ടൻ പറഞ്ഞൊക്കെ ശരിയാണ്, എന്നാൽ മുകളിൽ വരുമ്പം എന്തുകൊണ്ട് അങ്ങനെ വന്നെന്ന് ചിന്തിക്കുന്ന കുറച്ച് മക്കളേലും കാണും അല്ലെ? അവർക്ക് വേണ്ടി ഞാൻ ലോജിക്ക് കാര്യം ഒന്ന് പറഞ്ഞുതരാം മക്കളെ. ഇവിടെ എന്ന് പറഞ്ഞാൽ 2/p പിന്നെന്താ 3/q പിന്നെന്താ 1/r ആണല്ലേ? ചിന്തിക്കണം. ഇങ്ങനെ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. റെസിപ്രോക്കൽ വിൽക്രമോ എന്ന് മലയാളത്തിൽ പറയും. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും തല തിരിച്ചെടുക്കുക. ഞാൻ 2/p തല തിരിച്ചെടുക്കുന്നു. അതായത് എങ്ങനെ എടുക്കാം? p/2 എന്ന് എടുത്തു. പക്ഷെ എടുക്കുമ്പോൾ എങ്ങനെയാണ്? എല്ലാ പേരെയും മാറ്റിയിരിക്കണം. അതായത് 3/q എന്ന് പറയുമ്പോൾ q/3 എന്ന് എടുക്കാം, 1/r എന്ന് പറഞ്ഞാൽ എടുക്കാം, r/1 എന്ന് എടുക്കാം. ഇതിപ്പോ ഏത് ഫോമിലായി? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യങ്ങളൊക്കെ ആയില്ലേ? അങ്ങനെ വന്നാൽ താഴെ വരുന്ന എന്ത് തന്നെയാണ്? റേഷ്യോ. അത് തന്നെയാണ് റേഷ്യോ. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എല്ലാരെയും മാറ്റാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ പോലെ ആകും. അപ്പൊ അതിലെങ്ങനെയാ പറഞ്ഞ താഴെ വരുന്ന നമ്പേഴ്സ് എടുത്ത് നേരെ പറക്കി എഴുതി കഴിഞ്ഞാൽ റേഷ്യോ ആയി. അതുകൊണ്ടാണ് ഇവിടെയും ഈ ഐഡിയ വരുന്ന. ലോജിക് ഒന്ന് മനസ്സിലാക്കിയതാ. ഈ ലോജിക് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, അല്ലാതെ പരീക്ഷയ്ക്ക് ചെയ്തുകൊണ്ടൊന്നും വയ്ക്കരുത്. നേരെ താഴെ വന്നാലും മുകളിൽ വന്നാലും പറക്കി എഴുതിക്കൊള്ളണം. അത് തന്നെയാണ് ആൻസർ. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം പക്കയാണോ? ഓക്കെ, പറഞ്ഞ കാര്യം പക്കയാണോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം പക്കയാണോ? മനസ്സിലായോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തതിലോട്ട് പോവാമോ? ഇതുവരെ പറഞ്ഞ ഓക്കെ ആണെങ്കിൽ മാത്രം, അതായത് നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം. ഓക്കെ ആണെങ്കിൽ മാത്രം. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും പക്കയല്ലേ? ഓക്കെ ആണെങ്കിൽ മാത്രമേ അടുത്തതിലോട്ട് പോവുള്ളൂ. ഇതുവരെ പറഞ്ഞ എല്ലാ ടൈപ്പ് ഓക്കെ ആണെങ്കിൽ മാത്രം, അതായത് 7 ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞു, 7 ടൈപ്പ് ഓക്കെ ആണെങ്കിൽ മാത്രം അടുത്തതിലോട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നേരെ അടുത്തതിലോട്ട് പോവുകയാണേ മക്കളെ. അടുത്ത പറയുന്നത് എങ്ങനെയാണ്? 8ാമത്തെ ടൈപ്പാണ്. ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കളെ. ഇവിടെ പറയുന്ന 2/3a എങ്ങനെയാണ്? 2/3a = 1/2b ആയാൽ a:b എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ച 2 ടൈപ്പ് ഇതിനകത്ത് മിക്സ് ചെയ്ത് വരും കേട്ടോ. അതായത് എയുടെ കൂടെ 2ഉം വരുന്നുണ്ട്. ഫ്രണ്ടിൽ വരുന്നത് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യണം നമ്മൾ പറഞ്ഞു. അതേപോലെ എയുടെ താഴെയാണ് 3 എന്ന് വിചാരിച്ചാൽ മതി. ബിയുടെയും കൂടെ 1 ആണ്, താഴെ 2 ആണ്. നമ്മൾ ഇപ്പൊ പഠിച്ച 2 ടൈപ്പ് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സാധനമായി. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞുതരാം മക്കൾ. ഇവിടെ നമുക്ക് a:b ആണ് കണ്ടെത്താനുള്ളത്. അപ്പൊ a:b ആണ് കണ്ടെത്താൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കണം, എയുടെ കൂടെ 2 ഉണ്ട്. അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 2a = 1b എന്ന് വന്നു കഴിഞ്ഞാൽ, 2a = 1b എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു ടൈപ്പ് അല്ലേ? ഇവനെ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കും അല്ലേ? അതായത് എയുടെ കണ്ടെത്താൻ 1 ആയിരിക്കും, ബിയുടെ കണ്ടെത്താൻ എന്തായിരിക്കും? 2 ആയിരിക്കും.
ക്ലിയർ അല്ലേ? എയുടെ കണ്ടെത്താൻ 1 ആണ്, ബിയുടെ എന്തായിരിക്കും 2 ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്താൽ മതി. ആ റൂളെ. ഇതാണ് ഒരു ടൈപ്പ്, ഇത് ഒരു ടൈപ്പ്. അടുത്തെന്താണ്? അടുത്ത എങ്ങനെ ചിന്തിച്ചാൽ മതി? a/3 is equal to b/2. ഞാൻ മനസ്സിലാവാനാണ് ഇങ്ങനെ എഴുതി തരുന്നത്, മനസ്സിലാവാൻ മാത്രമാണ് ഇങ്ങനെ എഴുതി തരുന്ന. ഈ രണ്ട് സാധനവും കൂടി മിക്സ് ചെയ്താണ് ഏതിനകത്ത് വരുന്ന, ഈ ക്വസ്റ്റിനകത്ത് വരുന്ന. മനസ്സിലാവാൻ സ്പ്ലിറ്റ് എഴുതി തന്നേ ഉള്ളൂ, മനസ്സിലാവാൻ വേണ്ടി മാത്രം. അല്ല പരീക്ഷയ്ക്കൊന്നും ഇങ്ങനെയൊന്നും എഴുതിക്കൊണ്ട് നിൽക്കരുത്. ഞാനിത് മനസ്സിലാവാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒന്ന് എഴുതി തന്നത്, മാറ്റി എഴുതി തന്നത്. ഇതാണ് സംഭവം, ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കണം. അപ്പൊ a/3 is equal to b/2. താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? താഴെ കിടക്കുന്ന പറക്കി അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ അടുത്ത വരിയിലേ എഴുതാവൂ. എയുടെ എഴുതാൻ എയുടെ താഴെ കിടക്കുന്ന 3 തന്നെ, ബിയുടെ എഴുതാൻ ബിയുടെ താഴെ കിടക്കുന്ന 2 തന്നെ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റേഷ്യോ കണ്ടെത്തണം. റേഷ്യോ കണ്ടെത്താൻ നമ്മൾ പറഞ്ഞു, റേഷ്യോ കണ്ടെത്താൻ ഇതേപോലെ താഴെ വന്നു കഴിഞ്ഞാൽ എല്ലാം എന്തേ ചെയ്യാവൂ? മൾട്ടിപ്ലൈയേ ചെയ്യാവൂ. എന്തേ ചെയ്യാവൂ? മൾട്ടിപ്ലൈയേ ചെയ്യാവൂ. എയുടെ കണ്ടെത്താൻ 3 into 1 എന്താണ്? 3 ആണ്. ബിയുടെ കണ്ടെത്താൻ 2 into 2 എന്താണ്? 4 ആണ്. അതായത് എന്തായിരിക്കും? 3:4 ആയിരിക്കും. മക്കളെ മനസ്സിലാക്കുക, a/b എന്ന് പറഞ്ഞാൽ എന്താണ്? 3:4 ആണ്. a/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:4 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. പറഞ്ഞ ഐഡിയ കിട്ടിയോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? മക്കളെ നമ്മൾ പറഞ്ഞ ഇതുവരെ പറഞ്ഞ രണ്ട് കാര്യം മിക്സ് ചെയ്ത് വരും. ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോണേ. അതായത് 2/3 a is equal to 1/2 b ആണ്. അത് എയുടെ കൂടെ 2 വരുന്നു, ബിയുടെ കൂടെ 1 വരുന്നു. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ഞാൻ മനസ്സിലാവാൻ സ്പ്ലിറ്റ് എഴുതി തന്നു. 2a is equal to 1b ആണെന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ വന്നാൽ നമ്മൾ റേഷ്യോ എഴുതാൻ എന്താ ചെയ്യുന്നത്? 2a is equal to 1b ആണെന്നുണ്ടെങ്കിൽ എയുടേത് ബിയുടെ കൂടെ കിടക്കുന്ന എഴുതും, ബിയുടേത് എയുടെ കൂടെ കിടക്കുന്ന എഴുതും. അതായത് 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം. ക്ലിയർ അല്ലേ? അടുത്ത താഴെയാണ് കിടക്കുന്നത് അല്ലേ? ഞാൻ ഒന്ന് മനസ്സിലാവുമെന്ന് മാറ്റി എഴുതി തന്നു. a/3 ആണ് is equal to b/2 ആണെന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ വന്നാൽ നമ്മൾ റേഷ്യോ എഴുതാൻ എന്താ ചെയ്യാനുള്ളത്? എയുടെ താഴെ കിടക്കുന്നത് തന്നെയാണ് എയുടെ റേഷ്യോ 3, ബിയുടെ താഴെ കിടക്കുന്നതാണ് ബിയുടെ റേഷ്യോ 2. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇവിടെ ഇതിന്റെ റേഷ്യോ കണ്ടെത്താൻ എല്ലാം കൂടെ എയുടെ കണ്ടെത്താൻ താഴെ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുക, ബിയുടെ കണ്ടെത്താൻ താഴെ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുക. 1ഉം 3 ഗുണിക്കുമ്പോൾ 3 തന്നെയാണ്, ബിയുടെ 2ഉം 2 ഗുണിക്കുമ്പോൾ 4 ആണ്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പറഞ്ഞ കാര്യം പക്കയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യം സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്തയിലോട്ട് പോവാമോ? ഓക്കെ, ഒന്നുകൂടെ പറയണോ? ഒന്നും കൂടി പറയണോ? ഓക്കെ എങ്കിൽ മക്കളെ കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ മിക്സ് ചെയ്ത് വരുന്നത്. അതായത് എങ്ങനെയാണ്? 2/3 a is equal to 1/2 b ആണ്. അപ്പൊ a/b കണ്ടെത്താനായിട്ട് ചിന്തിക്കുക. ഇവിടെ എന്താണ്? എയുടെ കൂടെ 2 വരുന്നുണ്ട്, ബിയുടെ കൂടെ 1 വരുന്നുണ്ട്. അതായത് 2a is equal to 1b എന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? എയുടെ കണ്ടെത്താൻ ബിയുടെ കൂടെ ഉള്ള എടുക്കുക, ബിയുടെ കണ്ടെത്താൻ എയുടെ കൂടെ ഉള്ള എടുക്കുക. അതായത് a/b എന്ന് പറഞ്ഞാൽ 1:2 ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തെന്താണ്? താഴെ ഒരു നമ്പർ ഉണ്ടല്ലേ, അതായത് a/3 is equal to b/2 ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കണം, താഴെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ റൂൾ എന്താ? നമ്മൾ പറഞ്ഞു താഴെ കിടക്കുന്ന അതേപോലെ പറക്കിയെടുത്താൽ മതി. എയുടെ 3 ആയിരിക്കും, ബിയുടെ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി ഇതിന്റെ 2/3 a is equal to 1/2 ബിയിൽ a/bയുടെ വാല്യൂ കണ്ടെത്താൻ ഈ താഴെ കിടക്കുന്ന എല്ലാം കൂടെ ഗുണിച്ചു വെച്ചാൽ മതി. എയുടെ കിട്ടും, ബിയുടെ കിട്ടും. എയുടെ 3 1 ഗുണിക്കുമ്പോൾ 3 തന്നെയാണ്, ബിയുടെ എന്താണ്? 2ഉം 2 ഗുണിക്കുമ്പോൾ എന്താണ്? 4 ആണ്. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 3:4 ആണ് ആൻസർ എന്ന് പറയുന്നത്. എത്രയാണ്? 3:4 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായോ? ഇപ്പൊ പിടികിട്ടിയോ? ഇനി ഇത് പിടികിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പും കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതേപോലത്തെ ഒരു വലിയ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് കുറച്ചും കൂടെ 3 എണ്ണം വരുന്നതാണ്. സെയിം കാര്യം അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാ വന്നേക്കുന്നത്? ഇതുകൂടെ ചെയ്യുമ്പോൾ പക്കയാവണം, മനസ്സിലാക്കണം. 2/3 a is equal to 5/4 b is equal to അടുത്ത എങ്ങനെയാ? 2/7 c ആണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്താ ചെയ്യാനുള്ളത്? നമ്മൾ കണ്ടെത്തേണ്ട എന്താണ്? a/b/c ആണ് കണ്ടെത്താനുള്ള. ചിന്തിച്ചാൽ മതി. ഞാൻ മനസ്സിലാവുമെന്ന് എഴുതി തരാം, മക്കളെ ഒന്ന് ചിന്തിക്കണം. ഇവിടെ 2a is equal to 5b is equal to 2c ആണെന്ന് ചിന്തിച്ചാൽ മതി. 2a 5b 2c. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? എയുടെ കണ്ടെത്താൻ എയുടെ അങ്ങ് എന്ത് ചെയ്യണം? കളയണം. എന്നിട്ട് ബിയുടെ 2 എണ്ണം കൂടെ എന്ത് ചെയ്യുക? ഗുണിക്കുക. 5 × 2 5 2 എത്രയെന്ന് വരും? 10 വരും. ഓക്കെ, ബിയുടെ കണ്ടെത്താൻ ബിയുടെ അങ്ങ് കളയണം. എന്നിട്ട് ഈ 2 എണ്ണം തമ്മിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. 2 2 4 വരും. അടുത്ത സിയുടെ കണ്ടെത്താൻ സിയുടെ അങ്ങ് കളയണം. ഇത് രണ്ടും കൂടെ അങ്ങ് ഗുണിക്കണം. 2 × 5 10 വരും. ക്ലിയർ അല്ലേ?
ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. 2a = 5b = 2c എന്ന് വന്നു. അപ്പൊ എയുടെ കണ്ടെത്താൻ എയുടെ മറക്കുക, ബാക്കിയുള്ള എണ്ണം ഗുണിക്കുക. ബിയുടെ കണ്ടെത്താൻ ബിയുടെ കളയുക, ബാക്കി എണ്ണം ഗുണിക്കുക. സിയുടെ കണ്ടെത്താൻ സിയുടെ കളയുക, ബാക്കി എണ്ണം ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് താഴെയുണ്ട്. ഞാൻ ഒന്ന് മാറ്റി എഴുതരാം. എങ്ങനെയാണ്? a/3 = b/4 = c/7 ആണെന്ന് ചിന്തിച്ചാൽ മതി. മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് എഴുതി തരുന്നത്, അല്ല ഇങ്ങനെ എഴുതാനൊന്നും പോകരുത്. മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് എഴുതി തരുന്നത്. ഓക്കെ, താഴെ വന്നു കഴിഞ്ഞാൽ എന്താണ്? എയുടെ താഴത്ത് കിടക്കുന്ന തന്നെ, ബിയുടെ താഴത്ത് തന്നെ, സിയുടെയും താഴത്ത് തന്നെ. അതേപോലെ പറക്കി അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ 3 വരും, ഇവിടെ 4 വരും, ഇവിടെ എത്ര വരും? 7 വരും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതങ്ങ് ചെയ്താൽ മതി. ഇത് ചെയ്യാനായിട്ട് സിമ്പിൾ അല്ലേ? ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന പരസ്പരം കുടിക്കണം. 10 × 3 30 ആണ്, 4 4 16 ആണ്. 10 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 70 ആണ്. എല്ലാവരെയും നമുക്ക് വെട്ടാൻ പറ്റും. 2 കൊണ്ട് തന്നെ അങ്ങ് വെട്ടാം. 2 കൊണ്ട് വെട്ടുമ്പോൾ 30ന്റെ പകുതിയായ 15, 16ന്റെ പകുതിയായ 8, 70ന്റെ പകുതിയായ 35. ഇനി വെട്ടാൻ പറ്റുമോ? ഇനി വെട്ടാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? ആൻസർ എന്ന് പറഞ്ഞാൽ 15:8:35 ആണ്. 2 ടൈപ്പ് മിക്സ് ചെയ്ത് വരുന്നതാണ്. ഞാൻ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടോളണം. മനസ്സിലാവാത്ത ആൾക്കാർ കാണും, അവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയണം, ശ്രദ്ധിച്ച് കേട്ടോളണം. 2/3 a = 5/4 b = 2/7 c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച 2 എണ്ണം മിക്സ് ചെയ്ത് വരും. അപ്പൊ കൂടെ വരുന്നതും വരും, താഴെ വരുന്നതും വരും അല്ലേ? കൂടെ വരുന്നത് മനസ്സിലാവാൻ ഞാൻ ഒന്ന് മാറ്റി എഴുതി. 2a = 5 b = 2c ആണ്. അപ്പൊ എയുടേത് കണ്ടെത്താൻ ബാക്കി 2 എണ്ണം ഗുണിക്കുക. 5 × 2 10 ആണ്. ബിയുടെ കണ്ടെത്താൻ ബാക്കി 2 എണ്ണം ഗുണിക്കുക. 2 × 2 4 ആണ്. സിയുടെ കണ്ടെത്താൻ ബാക്കി 2 എണ്ണം ഗുണിക്കുക. 5 × 2 10 ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് കൂടെ ഉണ്ടല്ലേ, അതായത് താഴെ വരുന്നത്. അപ്പൊ a/3 = b/4 = c/7 ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. താഴെ വന്ന അത് തന്നെ പറക്കി എഴുതിയാൽ മതി. 3 4 7. ഇനി എന്താ? 2 ടൈപ്പ് മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇവിടെ ഇതിന്റെ റേഷ്യോ, കംപ്ലീറ്റ് ആയിട്ടുള്ള റേഷ്യോ കണ്ടെത്താനായിട്ട് പരസ്പരം എന്ത് ചെയ്യണം? ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. എയുടെ കണ്ടെത്താൻ എയുടെ താഴെയുള്ള എല്ലാം കൂടെ ഗുണിക്കുക. 10 × 3 30 ആണ്. ബിയുടെ കണ്ടെത്താൻ 4 4 ഗുണിക്കുക 16 ആണ്. സിയുടെ കണ്ടെത്താൻ 10 7 ഗുണിക്കുക 70 ആണ്. ആൻസർ പറഞ്ഞു കളയരുത്. വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടണം. 2 വെച്ച് വെട്ടാം. 2 വെച്ച് വെട്ടുമ്പോൾ 15 8 35. 15:8:35 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്തയിലോട്ട് പോവാമല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളണേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? 25 16 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എത്ര? എങ്ങനെയാണ്? 25 16 എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എത്ര? മക്കളെ, ഈ മധ്യാനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/b പ്രപ്പോർഷൻ b/c ഇതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവര് പ്രപ്പോർഷനിലാണെന്ന് പറയാം. ഇവിടെ വരുന്ന സാധനം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇവനെയാണ് നമ്മൾ മധ്യാനുപാതം എന്ന് പറയുന്നത്. ഈ മധ്യാനുപാതം, ഓക്കെ, മീൻ പ്രപ്പോർഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുവേ, മീൻ പ്രപ്പോർഷൻ. ഓക്കെ, ഈ മധ്യാനുപാതം കണ്ടെത്താൻ എപ്പോഴും ചോദിക്കുന്നതാണേ. അപ്പം മധ്യാനുപാതം 2 നമ്പർ ഉണ്ട്, 25 16. ഇവരുടെ മധ്യാനുപാതം കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ആയിട്ട് പഠിക്കണം നിർബന്ധമില്ല, ഞാൻ ചുമ്മാ ഒന്ന് ഇക്വേഷൻ പറഞ്ഞു തരാം. √AB എന്നാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത്. നിങ്ങൾ ഇക്വേഷൻ വിട്ടേക്കുക, വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു റൂട്ടിനകത്ത് തന്നിരിക്കുന്ന 2 നമ്പറുடன் ഗുണിച്ചാൽ മതി. 25 16 ഗുണിച്ചാൽ മതി. അപ്പം മധ്യാനുപാതം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? റൂട്ടിനകത്ത് തന്നിരിക്കുന്ന 2 നമ്പറോട് എന്ത് ചെയ്യണം? ഗുണിക്കണം. 25ന്റെ റൂട്ട് അറിയാമല്ലോ, എത്രയാണ്? 5 × 5 ആണ് 25. അപ്പൊ 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. 16ന്റെ റൂട്ട് അറിയാമല്ലോ, 4 × 4 ആണ് 16. 5 4 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 20 ആയിരിക്കും. ഇവിടുത്തെ മധ്യാനുപാതം എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് 20 എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ മധ്യാനുപാതം കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെ എന്ത് ചെയ്യണം? റൂട്ടിനകത്തെടുത്ത് ഗുണിക്കുക. തന്നിരിക്കുന്ന സംഖ്യകളെ റൂട്ടിനകത്തെടുത്ത് ഗുണിക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? മധ്യാനുപാതം കിട്ടും. തന്നിരിക്കുന്ന സംഖ്യകളെ റൂട്ടിനകത്തെടുത്ത് ഗുണിക്കുന്ന സമയത്ത് എന്ത് കിട്ടും? മധ്യാനുപാതം കിട്ടും. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇക്വേഷൻ ആയിട്ട് പറയുമ്പോൾ √AB എന്നൊക്കെ പറയാം, പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. എന്താണ്? √25 × 16 എന്ന് പറയുന്നത് എന്താണ്? 20. അതിന്റെ റൂട്ടൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് എന്ത്? 5 ഉം 4 വരും. 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണെന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പം പക്കയാവേ. അടുത്ത എങ്ങനെയാ പറയുന്നത്? 25 x 36 എന്നിവർ അനുപാതത്തിലായാൽ x എത്ര? ഓക്കെ, 25 x 36. അപ്പൊ 3 പേരെ പറയുന്നുള്ളൂ, 3 പേരെ പറഞ്ഞിട്ടുള്ളൂ. ഇവര് അനുപാതത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് കണ്ടെത്താനുള്ളത്. അപ്പൊ ചിന്തിക്കണം, എക്സ് ഇവിടെ മധ്യാനുപാതത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്? ശരിക്കും എക്സ് കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും മീൻ പ്രപ്പോർഷൻ തന്നെയാണ് കണ്ടെത്താനുള്ളത്. അപ്പൊ √ഓഫ് എന്തെടുത്താൽ മതി? AB എടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യാനുള്ള? √ഓഫ് 25 ഇൻറ്റു എന്ത് ചെയ്യണം? 36 ചെയ്യണം. 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. 36ന്റെ എത്രയാണ്? 6 ആണ്. 6 5 30 എന്ന് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും.
6×5 30 എന്ന് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30 ആണ്. അപ്പൊ എല്ലാവർക്കും മധ്യാനുപാതം കണ്ടെത്താൻ മനസ്സിലായോ? അപ്പൊ മധ്യാനുപാതം കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡയറക്റ്റ് മധ്യാനുപാതം എന്ന് പറയാതെ ഇങ്ങനെ എക്സിന്റെ വില കണ്ടെത്താനൊക്കെ ചോദിക്കുക. അവിടെ നിന്ന് മനസ്സിലാക്കി എടുക്കണം. 3 നമ്പർ തന്നിട്ട് നടുക്കൊരു നമ്പറാണ് കണ്ടെത്താൻ പറയുന്നുണ്ടെങ്കിൽ അത് മധ്യാനുപാതമാണ്. ഇവിടെ മീൻ പ്രപ്പോർഷൻ ആണ് കണ്ടെത്താനുള്ളത്, മധ്യാനുപാതമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മധ്യാനുപാതം, ഓക്കെ, മധ്യാനുപാതമാണ് കണ്ടെത്താനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ മധ്യാനുപാതം കണ്ടെത്താൻ എല്ലാവർക്കും മനസ്സിലായോ? മധ്യാനുപാതം കണ്ടെത്താൻ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? 30 എല്ലാവരും പറഞ്ഞിട്ടുണ്ടേ. അടുത്തയിലോട്ട് പോവാമല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോളണേ മക്കളെ. അടുത്ത ടൈപ്പാണ് 8, 20 എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എത്ര? തേർഡ് പ്രപ്പോർഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുവേ. മൂന്നാം അനുപാതം ഏതൊക്കെ സംഖ്യയാണ്? 8, 20. മക്കളെ ഈ തേർഡ് പ്രപ്പോർഷൻ ഏതാണ്? തേർഡ് പ്രപ്പോർഷൻ. ഓക്കെ, മൂന്നാം അനുപാതം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഇത് ഒരു ഓർഡറിലാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ നമ്പർ റിപ്പീറ്റ് ചെയ്തങ്ങ് ഗുണിക്കണം, എന്നിട്ട് ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പഠിച്ചു വെച്ചോളണം. എവിടെ മൂന്നാം അനുപാതം കണ്ടെത്താൻ വന്നാലും രണ്ടാമത്തെ നമ്പർ റിപ്പീറ്റ് ചെയ്ത് ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിന് ചെയ്യാറിയാലോ, വെട്ടി ചെയ്യണം. ഈ പറയുന്ന 20നെയും 8നെയും നമുക്ക് 4 വെച്ച് വെട്ടാം. എങ്ങനെ വരും? 4 വെച്ച് വെട്ടുമ്പോഴത്തേക്ക് 2, 4, 8. ഓക്കെ, 5, 4, 20. 2 വെച്ചതാ ഇതിനെയും വെട്ടുമ്പം 1, 2, 2. ഇവിടെ 10, 2, 20. അതായത് 5 × 10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 50 ആയിരിക്കും. എത്രയായിരിക്കും? 50 ആയിരിക്കും. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 50 ആണെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം. മക്കളെ പറഞ്ഞ കാര്യം മനസ്സിലായ? അപ്പൊ എവിടെയെങ്കിലും മൂന്നാം അനുപാതം കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എവിടെ മൂന്നാം അനുപാതം കണ്ടെത്താൻ പറഞ്ഞാലും രണ്ടാമത്തെ നമ്പറിനെ റിപ്പീറ്റ് ചെയ്ത് ഗുണിച്ചിട്ട് ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വെട്ടി തന്നെ ചെയ്യണം, മിക്കുള്ളൊന്നും വെട്ടി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ രണ്ടാമത്തെ നമ്പറിനെ റിപ്പീറ്റ് ചെയ്ത് ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ മൂന്നാം അനുപാതം കണ്ടെത്താൻ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? പറയുന്ന കാര്യം നിങ്ങളുടേതായ ഭാഷയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. രണ്ടാമത്തെ നമ്പറിനെ റിപ്പീറ്റ് ചെയ്ത് ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോവാലോ. ഇപ്പൊ പറയുന്ന എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു പോകുന്നത്. അടുത്തതിലോട്ട് പോവാലോ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ ക്ലിയർ ആവുകയെ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും. 5, 25 x കണ്ട മൂന്നാമതാണ് കൊടുത്തേക്കുന്നത് അല്ലേ? എന്നിവർ അനുപാതത്തിലായാൽ x എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് മൂന്നാമത് വന്നിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കണം ഇവിടെ എന്താണ് ചോദിക്കുന്ന? തേർഡ് പ്രപ്പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാം അനുപാതമാണ് ചോദിച്ചിരിക്കുന്ന കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും, അല്ലാതെ അവരെടുത്ത് പറയത്തില്ല മൂന്നാം അനുപാതം, അങ്ങനെ അവരെടുത്ത് പറയണമെന്നില്ല. ഇങ്ങനെ വന്നാലും മനസ്സിലാക്കണം. അപ്പൊ ഈ മൂന്നാം അനുപാതം കണ്ടെത്താനായിട്ട് ഇവിടെയും തേർഡ് പ്രപ്പോർഷൻ ആണ് എന്തെന്ന് പറയുന്ന x എന്ന് പറയുന്നത്. അത് കണ്ടെത്താൻ രണ്ടാമത്തെ നമ്പറായ 25നെ റിപ്പീറ്റ് ചെയ്ത് ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, വെട്ടാലോ. 5, 5, 25. 5 × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 125 എന്ന് കിട്ടും. 5 × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 125 ആയിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ തേർഡ് പ്രപ്പോർഷൻ ഡയറക്റ്റ് പറയണമെന്നില്ല, ഇങ്ങനെയായിരിക്കും പറഞ്ഞേക്കുന്ന. മൂന്നാമതാണ് x കൊടുത്തേക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം. എക്സിന്റെ വില കണ്ടെത്താൻ പറയുമ്പോൾ x എന്തിലാണെന്ന് മനസ്സിലാക്കണം. x തേർഡ് പ്രപ്പോർഷനിലാണ്. അപ്പൊ തേർഡ് പ്രപ്പോർഷൻ ആണ് ഇവിടെ കണ്ടെത്താനുള്ള കാര്യം മനസ്സിലാക്കണം. നേരത്തെ മിഡിൽ വന്നുകൊണ്ടാണ് മീൻ പ്രപ്പോർഷൻ കണ്ടെത്തേണ്ടതായിട്ട് വന്ന മധ്യാനുപാതം. ഇതുപോലെ മനസ്സിലാക്കണം. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും തേർഡ് പ്രപ്പോർഷൻ കണ്ടെത്താൻ അറിയാമല്ലോ. തേർഡ് പ്രപ്പോർഷൻ കണ്ടെത്താൻ എവിടെ വന്നാലും രണ്ടാമത്തെ നമ്പറെ റിപ്പീറ്റ് ചെയ്ത് ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നുകൂടെ നോക്കാമല്ലോ, അടുത്തൂടെ നോക്കാമല്ലോ മക്കളെ. അടുത്ത പറയുന്ന അടുത്ത ടൈപ്പ് ആണ് 11ാമത്തെ ടൈപ്പ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15, 18, 25 എന്നീ സംഖ്യകളുടെ നാലാം അനുപാതം എത്ര? ഫോർത്ത് പ്രപ്പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർത്ത് പ്രപ്പോർഷൻ. ഓക്കെ മക്കളെ, നാലാമത്തെ അനുപാതം കണ്ടെത്താൻ ഇവിടെ 3 നമ്പർ കൊടുത്തിരിക്കും. രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറൂടെ ഗുണിക്കുക. രണ്ടാമത്തെ 18 ആണ്, മൂന്നാമത്തെ 25 ആണ്. അതിനെ ഒന്നാമത്തെ നമ്പർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. പറഞ്ഞ കാര്യം മനസ്സിലായോ? നാലാം അനുപാതം ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറൂടെ ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നേരത്തെ ഒന്നാമത്തെ നമ്പറിൽ ഡിവൈഡ് ചെയ്താ, അവിടെ മൂന്നാമത്തെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ നമ്പറിനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഗുണിച്ചു. ഇവിടെ മൂന്നാമത്തെ നമ്പർ ഉണ്ട്. അപ്പൊ എങ്ങനെ എടുക്കാം? രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറൂടെ ഗുണിച്ചിട്ട് ഒന്നാമത്തെ നമ്പർ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് 3 വെച്ച് വെട്ടാം. 6, 3, 18. 5, 3, 15. 5, 5, 25. 6 × 5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 30 ആയിരിക്കും.
എത്രയായിരിക്കും? 30 ആയിരിക്കും. 6 × 5 എന്ന് പറഞ്ഞാൽ 30 ആണ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നും കൂടി പറയാം മക്കളെ. ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടെത്താനായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറൂടെ ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നുകൂടെ പറയാം, രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറൂടെ ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് വെട്ടി ചെയ്താൽ മതി. ഇനി 3 കൊണ്ട് വെട്ടുമ്പം 6 × 3 = 18, 5 × 3 = 15. 5 കൊണ്ട് ഈ 5നെ വെട്ടുമ്പം 1 × 5 = 5 × 5 = 25. 6 5 കൂടെ ഗുണിച്ചാൽ മതി. 6 5 30 എന്ന് ആൻസർ കിട്ടും. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. സിമ്പിൾ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പറഞ്ഞ കാര്യം പക്കയാണോ? പക്കയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പക്കയാണോ? ഇതുവരെ പറഞ്ഞ കാര്യം പക്കയാണോ? എല്ലാവർക്കും പക്കയാണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ഒന്നും കൂടെ പറയട്ടെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവുമേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 12, 30, 14 K എന്നിവർ അനുപാതത്തിലായാൽ കെയുടെ വില എത്ര? കാണുമ്പോഴേ മനസ്സിലാക്കണം K 4ാമതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേ ചിന്തിക്കണം ഇവിടെ എന്തായിരിക്കും കണ്ടെത്തേണ്ടത്? ഫോർത്ത് പ്രപ്പോർഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഫോർത്ത് പ്രപ്പോർഷൻ ആണ് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാണ് കണ്ടെത്താനുള്ള? ഫോർത്ത് പ്രപ്പോർഷൻ ആണ് K എന്ന് പറയുന്ന, അതാണ് കണ്ടെത്താൻ. അത് കണ്ടെത്താൻ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും ആരൊക്കെയാണ്? 30ഉം 14ഉം കൂടി ഗുണിക്കുക, ഒന്നാമത്തെ നമ്പർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 30ഉം 14 ഗുണിക്കണം, ഒന്നാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകണം? 6 കൊണ്ട് വെട്ടാൻ പോവുകയാണേ. ഇവിടെ 6 കൊണ്ട് വെട്ടുമ്പോൾ 2 6 12. ഓക്കെ, 6 5 30. ക്ലിയർ അല്ലേ? 2ഉം 14ഉം തമ്മിൽ വെട്ടാം. 1 2 2 7 2 14. 7ഉം 5 കൂടെ അങ്ങ് ഗുണിക്കുമ്പം 7 5 35. 7 5 35 എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ മക്കളെ, ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ 12, 30, 14 K എന്നിവർ അനുപാതത്തിലായാൽ കെയുടെ വിലയാണ് ചോദിച്ചേക്കുന്ന. ഇവിടെ K 4ാമത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കണം ഇവിടെ എന്താണ് ശരിക്കും ചോദിച്ചേക്കുന്ന? ഫോർത്ത് പ്രപ്പോർഷൻ തന്നെയാണ്. അതായത് 4ാം അനുപാതം തന്നെയാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ഫോർത്ത് പ്രപ്പോർഷൻ തന്നെയാണ് കണ്ടെത്താനുള്ളത്. അതാണ് ഇവിടുത്തെ K എന്ന് പറയുന്ന ആ K ആണ് കണ്ടെത്താൻ. അത് കണ്ടെത്താൻ രണ്ടാമത്തെ നമ്പർ ആരാണ്? 30. മൂന്നാമത്തെ നമ്പർ ആരാണ്? 14. ഇവർ രണ്ടുപേരും കൂടെ ഗുണിച്ചിട്ട് ഒന്നാമത്തെ നമ്പറായ 12 കൊണ്ട് എല്ലായിടത്തും 4ാം അനുപാതം കണ്ടെത്താൻ 2ഉം 3ഉം കൂടെ ഗുണിക്കുക, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിന് വെട്ടാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എളുപ്പത്തിൽ വെട്ടിയെന്നേ ഉള്ളൂ. 6 വെച്ച് വെട്ടുമ്പോഴത്തേക്ക് 2 6 12, 5 6 30. ഓക്കെ, 2 വെച്ച് വെട്ടുമ്പം 1 2 2, 7 2 14. 7ഉം 5 കൂടെ ഗുണിക്കുമ്പം 7 5 35 എന്ന് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. അതായത് മക്കളെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഏതൊക്കെയാണ്? മധ്യാനുപാതം പറഞ്ഞു, തേർഡ് പ്രപ്പോർഷൻ അതായത് 3ാം അനുപാതം പറഞ്ഞു, ഫോർത്ത് പ്രപ്പോർഷൻ അതായത് 4ാം അനുപാതവും പറഞ്ഞു. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? നമ്മളിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. 11 ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? ഏകദേശം 23 ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം ബേസ് ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2-3 തവണ എല്ലാവരും നല്ലതുപോലെ ചെയ്ത് പഠിക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ കുറെ ക്വസ്റ്റ്യൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഉറപ്പായിട്ട് എല്ലാവരും ചെയ്തു നോക്കണം. ഓക്കെ, ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? എല്ലാ പേരും ചെയ്തു നോക്കണം. ഷുവർ ആയിട്ടും ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. എല്ലാവരും ചെയ്യുക. ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പക്കയാവും. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ പക്കയാവും. അതായത് ഇതുവരെ പഠിപ്പിച്ച പക്കയാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും പഠിച്ചിട്ട് വേണം എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ്? റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ കുറച്ചും കൂടി വലിയ വലിയ വേർഡ് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ടൈപ്പ് ആയിട്ടും പഠിച്ചു തീർത്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പക്കയല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട്, അടുത്ത ടോപ്പിക് അല്ല, ഈ ടോപ്പിക് തന്നെയാണ് ഇതിന്റെ എന്താണ് അടുത്ത പാർട്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങളുമായിട്ട്, ബാക്കി ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.